1985 നവംബർ 6 ബുധനാഴ്ച കൊളംബിയയുടെ തലസ്ഥാനമായ ബൊഗോട്ടയിലെ ചരിത്രപ്രസിദ്ധമായ ബൊലിവർ സ്ക്വയറിൽ ഒരു സാധാരണ ദിവസത്തിന്റെ തിരക്കുകൾ ആരംഭിക്കുകയായിരുന്നു. ഒരു വശത്ത് പാർലമെന്റ് മന്ദിരം, മറുവശത്ത് കത്തീഡ്രൽ, മൂന്നാമത്തെ വശത്ത് പ്രസിഡന്റിന്റെ കൊട്ടാരം, നാലാമത്തെ വശത്ത് നീതിയുടെ കൊട്ടാരം, പലാസിയോ ഡി ഹോസ്റ്റസ്. രാജ്യത്തിന്റെ അധികാരത്തിന്റെ 4 തൂണുകൾ. രാവിലെ ഏകദേശം 11:30 ആ സമാധാനപരമായ അന്തരീക്ഷം കീറിമുറിച്ചുകൊണ്ട് 2 ട്രക്കുകൾ നീതിയുടെ കൊട്ടാരത്തിന്റെ ഭൂഗർഭ പാർക്കിംഗ് ഗേറ്റ് തകർത്ത് അകത്തേക്ക് പാഞ്ഞുകയറി. അതേസമയം സിവിലിയൻ വേഷം ധരിച്ച ഒരു സംഘം ആളുകൾ പ്രധാന കവാടത്തിലൂടെയും കെട്ടിടത്തിലേക്ക് ഇരച്ചുകയറി. നിമിഷങ്ങൾക്കകം ഓട്ടോമാറ്റിക് റൈഫിളുകളിൽ നിന്നും മെഷീൻ ഗണ്ണുകളിൽ നിന്നും വെടിയൊച്ചകൾ മുഴങ്ങി. M-19 ഗറില്ല സംഘടനയുടെ 35 പേരടങ്ങുന്ന സായുധ സംഘം കൊളംബിയയുടെ നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത പീഠം പിടിച്ചെടുത്തിരുന്നു. അകത്ത് ഭയാനകമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരും അഭിഭാഷകരും കോടതി ജീവനക്കാരും സന്ദർശകരുമടക്കം 300-ലധികം ആളുകൾ ബന്ദികളാക്കപ്പെട്ടു. കെട്ടിടത്തിന്റെ നിയന്ത്രണമേറ്റെടുത്ത ഗറില്ലകൾ പ്രസിഡന്റ് ബെലിസാരിയോ ബെറ്റാൻകൂറുമായി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാവശ്യപ്പെട്ടു. തങ്ങളുടെ ആവശ്യങ്ങൾ റേഡിയോയിലൂടെ രാജ്യത്തെ അറിയിക്കാൻ അവസരം നൽകണമെന്നും അവർ ശഠിച്ചു. എന്നാൽ പ്രസിഡന്റിന്റെ പ്രതികരണം വേഗത്തിലും കർശനമായുമായിരുന്നു. ഭീകരരുമായി ഒരു ചർച്ചയ്ക്കും ഞാനില്ല, അദ്ദേഹം പ്രഖ്യാപിച്ചു. നീതിയുടെ കൊട്ടാരം എത്രയും പെട്ടെന്ന് മോചിപ്പിക്കാൻ അദ്ദേഹം സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകി. പുറത്ത് സൈന്യം നിലയുറപ്പിച്ചു. അകത്ത് ബന്ദികളാക്കപ്പെട്ട സുപ്രീം കോടതിയുടെ പ്രസിഡന്റ് ജസ്റ്റിസ് അൽഫോൺസോ റെയസ് എച്ചാൻഡിയ ഒരു റേഡിയോ സ്റ്റേഷനിലേക്ക് വിളിച്ച് സഹായത്തിനായി അഭ്യർത്ഥിച്ചു. ദയവായി വെടിവെപ്പ് നിർത്തൂ, ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ് എന്ന് അദ്ദേഹത്തിന്റെ വിറയാർന്ന ശബ്ദം രാജ്യമെമ്പാടും കേട്ടു. എന്നാൽ സൈന്യം പിന്നോട്ടുപോയില്ല. പ്രസിഡന്റിന്റെ ഉത്തരവ് വ്യക്തമായിരുന്നു: കെട്ടിടം ലുബോയി ചെനോയി തിരിച്ചുപിടിക്കുക. അധികം വൈകാതെ കൊളംബിയൻ സൈന്യത്തിന്റെ കസ്കബൽ വിഭാഗത്തിൽപ്പെട്ട കവചിത ടാങ്കുകൾ ബൊളിവർ സ്ക്വയറിലേക്ക് ഇരച്ചെത്തി. പാബ്ലോ എസ്കോബാർ ഈ സംഭവങ്ങളെല്ലാം ദൂരെ ഇരുന്ന് വീക്ഷിക്കുകയായിരുന്നു. അവന്റെ പണം M-19 തോക്കുകളിൽ വെടിയുണ്ടകളായി നിറയ്ക്കപ്പെട്ടിരുന്നു. അവന്റെ ലക്ഷ്യം ഗറില്ലകളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കപ്പുറമായിരുന്നു. അവനറിയാമായിരുന്നു, ആ കെട്ടിടത്തിന്റെ 4-ാം നിലയിലെ ആർക്കൈവ്സിൽ, ലോക്കറുകളിൽ തനിക്കെതിരെയും മെഡലിൻ കാർട്ടലിലെ മറ്റംഗങ്ങൾക്കെതിരെയും അമേരിക്കയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ആയിരക്കണക്കിന് പേജുകളുള്ള തെളിവുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. ആ ഫയലുകൾ കത്തിച്ചാമ്പലാകണം. അതായിരുന്നു അവന്റെ ഒരേയൊരാവശ്യം. രാത്രി മുഴുവൻ പോരാട്ടം തുടർന്നു. നവംബർ 7 രാവിലെ കെട്ടിടത്തിനകത്ത് വലിയ സ്ഫോടനങ്ങൾ നടന്നു. പിന്നാലെ 4-ാം നിലയിൽ നിന്ന് തീയും കറുത്ത പുകയും ഉയരാൻ തുടങ്ങി. തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം ഇന്നും തർക്കവിഷയമാണ്. ഗറില്ലകൾ ഫയലുകൾക്ക് തീയിട്ടതാണോ അതോ സൈന്യത്തിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ സംഭവിച്ചതാണോ എന്ന് വ്യക്തമല്ല. പക്ഷേ കാരണമെന്തായിരുന്നാലും ഫലം എസ്കോബാർ ആഗ്രഹിച്ചത് തന്നെയായിരുന്നു. മണിക്കൂറുകളോളം ആ തീയണയ്ക്കാൻ ആർക്കും കഴിഞ്ഞില്ല. കൊളംബിയൻ നീതിന്യായ വ്യവസ്ഥയുടെ പതിറ്റാണ്ടുകളുടെ ചരിത്രം, ആയിരക്കണക്കിന് ക്രിമിനൽ രേഖകൾ, പാബ്ലോ എസ്കോബാർ എന്ന പേരു പതിഞ്ഞ എണ്ണമറ്റ ഫയലുകൾ എല്ലാം ആ അഗ്നിനാളങ്ങളിൽ വെന്തുവെണ്ണീറായി. 28 മണിക്കൂർ നീണ്ടുനിന്ന ആ ഭീകരമായ ഏറ്റുമുട്ടൽ അവസാനിച്ചപ്പോൾ നീതിയുടെ കൊട്ടാരം ഒരു ശവപ്പരമ്പായി മാറിയിരുന്നു. പ്രായ 100 പേർ കൊല്ലപ്പെട്ടു. അതിൽ 11 സുപ്രീം കോടതി ജഡ്ജിമാരും ഉൾപ്പെട്ടിരുന്നു. രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ തലച്ചോറ് തന്നെ അറുത്തുമാറ്റപ്പെട്ടതിന് തുല്യമായിരുന്നു അത്.
കൊല്ലപ്പെട്ട ഗറില്ലകൾ, സൈനികർ, സാധാരണക്കാർ എന്നിവർക്കു പുറമെ 1 ഡസനോളം ആളുകളെ കാണാതായി എന്ന് വന്നു. സൈന്യം രക്ഷപ്പെടുത്തിയതിനു ശേഷം ഗറില്ല സഹയാത്രികർ എന്ന് സംശയിച്ച് സൈന്യം തന്നെ കൊന്നുകളഞ്ഞതാണെന്ന് പിന്നീട് ആരോപണമുയർന്നു. രാജ്യം മുഴുവൻ ഞെട്ടലിലും ദുഃഖത്തിലുമാണ്ടു. ലോകം ഈ കിരാതമായ ആക്രമണത്തെ അപലപിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം M19 ഏറ്റെടുത്തു. എന്നാൽ കൊളംബിയയിലെ പലർക്കും അറിയാമായിരുന്നു ഇതിനു പിന്നിലെ യഥാർത്ഥ ബുദ്ധികേന്ദ്രം പാബ്ലോ എസ്കോബാർ ആണെന്ന്. അവൻ പരസ്യമായി അത് നിഷേധിച്ചെങ്കിലും അവന്റെ ഏറ്റവും വലിയ തലവേദന അവൻ വിദഗ്ധമായി ഇല്ലാതാക്കിയിരുന്നു. കൈമാറ്റത്തിനുള്ള നിയമപരമായ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു. സുപ്രീം കോടതിയുടെ ഘടന തന്നെ തകർക്കപ്പെട്ടു. ഇനി പുതിയ ജഡ്ജിമാരെ നിയമിക്കാനും കേസുകൾ ആദ്യം മുതൽ പുനരന്വേഷിക്കാനും വർഷങ്ങൾ വേണ്ടിവരും. അത്രയും കാലം താൻ സുരക്ഷിതനായിരിക്കുമെന്ന് എസ്കോബാർ കണക്കുകൂട്ടി. അവൻ കൊളംബിയൻ ഭരണകൂടത്തിന് നൽകിയ സന്ദേശം വളരെ വ്യക്തമായിരുന്നു. എന്നെ സ്പർശിക്കാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങളുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന ശിലകളെത്തന്നെ പിഴുതെറിയും. രാജ്യം മുഴുവൻ ഞെട്ടലിലും ദുഃഖത്തിലുമാണ്ടു. ലോകം ഈ കിരാതമായ ആക്രമണത്തെ അപലപിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം M19 ഏറ്റെടുത്തു. എന്നാൽ കൊളംബിയയിലെ പലർക്കും അറിയാമായിരുന്നു ഇതിനു പിന്നിലെ യഥാർത്ഥ ബുദ്ധികേന്ദ്രം പാബ്ലോ എസ്കോബാർ ആണെന്ന്. അവൻ പരസ്യമായി അത് നിഷേധിച്ചെങ്കിലും അവന്റെ ഏറ്റവും വലിയ തലവേദന അവൻ വിദഗ്ധമായി ഇല്ലാതാക്കിയിരുന്നു. കൈമാറ്റത്തിനുള്ള നിയമപരമായ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു. സുപ്രീം കോടതിയുടെ ഘടന തന്നെ തകർക്കപ്പെട്ടു. ഇനി പുതിയ ജഡ്ജിമാരെ നിയമിക്കാനും കേസുകൾ ആദ്യം മുതൽ പുനരന്വേഷിക്കാനും വർഷങ്ങൾ വേണ്ടിവരും. അത്രയും കാലം താൻ സുരക്ഷിതനായിരിക്കുമെന്ന് എസ്കോബാർ കണക്കുകൂട്ടി. അവൻ കൊളംബിയൻ ഭരണകൂടത്തിന് നൽകിയ സന്ദേശം വളരെ വ്യക്തമായിരുന്നു. എന്നെ സ്പർശിക്കാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങളുടെ രാജ്യത്തിന്റെ അടിസ്ഥാന ശിലകളെ തന്നെ പിഴുതെറിയും. ലീഡറെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടുപിന്നാലെ ഒരു കോടതിയും കൂടാതെ പ്രസിഡന്റിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് അവനെ അമേരിക്കയിലേക്ക് കൈമാറി. ഇത് എസ്കോബാറിനും മറ്റ് കാർട്ടൽ നേതാക്കന്മാർക്കും നൽകിയ സന്ദേശം ഭയാനകമായിരുന്നു. നീതിയുടെ കൊട്ടാരം കത്തിച്ചതുകൊണ്ടോ ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടോ കൈമാറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് സർക്കാർ തെളിയിച്ചു. അമേരിക്കൻ വിമാനത്തിൽ കയറ്റി കൈകൾ ബന്ധിച്ചു കൊണ്ടുപോകുന്ന ലീഡറുടെ ചിത്രം പത്രങ്ങളിൽ വന്നപ്പോൾ എസ്കോബാർ അറിഞ്ഞു താൻ ഭയന്നത് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. തന്റെ ഊഴം അടുത്തുവരുന്നുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. കാർലോസ് ലീഡറിന് അമേരിക്കൻ കോടതി ജീവപര്യന്തം തടവും അതിനു പുറമെ 135 വർഷവും ശിക്ഷ വിധിച്ചു. ഈ സംഭവം എസ്കോബാറിന്റെ പ്രവർത്തന രീതികളെ വീണ്ടും മാറ്റിമറിച്ചു. ഒത്തുതീർപ്പുകൾക്കും രാഷ്ട്രീയത്തിനും ഇനി സ്ഥാനമില്ലെന്ന് അവൻ തീരുമാനിച്ചു. ഭരണകൂടവുമായുള്ള യുദ്ധം കൂടുതൽ രക്തരൂക്ഷിതമാക്കാൻ അവൻ ഉറച്ചു. അവന്റെ അടുത്ത ഇരകൾ രാഷ്ട്രീയ നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരും പിന്നെ അവന്റെ യഥാർത്ഥ ശത്രുവായി അവൻ കണ്ടിരുന്ന ആ മനുഷ്യനുമായിരുന്നു ലൂയിസ് കാർലോസ് ഗലാൻ. കൊളംബിയൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന കൈമാറ്റക്കരാറിന്റെ ഏറ്റവും വലിയ വക്താവായ ആ മനുഷ്യൻ. ഗലാനെ ഇല്ലാതാക്കാതെ തനിക്ക് നിലനിൽപ്പില്ലെന്ന് എസ്കോബാർ തീരുമാനിച്ചു. അതോടെ കൊളംബിയ വ്യക്തിഹത്യകളുടെയും രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും ഒരു പുതിയ കൂടുതൽ ഭീകരമായ കാലഘട്ടത്തിലേക്ക് കാലെടുത്തുവയ്ക്കുകയായിരുന്നു. കാർലോസ് ലീഡറുടെ കൈമാറ്റം പാബ്ലോ എസ്കോബാറിന്റെ സിരകളിലേക്ക് ഭയത്തിന്റെ ഒരു തണുപ്പ് അരിച്ചിറങ്ങി. അമേരിക്കൻ നിയമവ്യവസ്ഥയുടെ നീണ്ട കൈകൾക്ക് തന്നെയും പിടികൂടാൻ കഴിയുമെന്ന യാഥാർത്ഥ്യം അവൻ ആദ്യമായി പൂർണ്ണമായി ഉൾക്കൊണ്ടു. അവന്റെ ഏറ്റവും വിശ്വസ്തരും ശക്തരുമായ പങ്കാളികളിലൊരാളാണ് ഇപ്പോൾ അമേരിക്കൻ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ കാത്തുകഴിയുന്നത്. അധികം വൈകാതെ ആ ഭയം ശരിവക്കുന്ന മറ്റൊരു സംഭവം കൂടി അരങ്ങേറി. 1987 നവംബറിൽ മെഡലിൻ കാർട്ടലിന്റെ സ്ഥാപകരിൽ പ്രമുഖനും ഓച്ചോവ സഹോദരന്മാരിൽ പ്രധാനിയുമായ ജോർജ് ലൂയിസ് ഓച്ചോവയെ പോലീസ് ഒരു റോഡ് ബ്ലോക്കിൽ വെച്ച് തികച്ചും അവിചാരിതമായി പിടികൂടി. ഈ സംഭവങ്ങൾക്ക് ശേഷം എസ്കോബാർ തന്റെ തന്ത്രം മാറ്റി. പ്രതിരോധത്തിൽ നിന്ന് അവൻ ആക്രമണത്തിലേക്ക് പൂർണ്ണമായി മാറി.
കൈമാറ്റ കരാർ എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്ന ഓരോ വ്യക്തിയെയും ഇല്ലാതാക്കുക എന്നതായിരുന്നു അവന്റെ പുതിയ ലക്ഷ്യം. അതൊരു നിശബ്ദ യുദ്ധമായിരുന്നില്ല, അതൊരു പരസ്യമായ രക്തരൂക്ഷിതമായ ഭീകരാക്രമണങ്ങളുടെ പരമ്പരയായിരുന്നു. അവന്റെ ആദ്യത്തെ പ്രധാന ലക്ഷ്യം റോഡ്രിഗോ ലാറ ബോണിയുടെ സ്ഥാനത്ത് വന്ന കൈമാറ്റ കരാറിന്റെ ശക്തനായ മറ്റൊരു വക്താവായിരുന്നു അറ്റോർണി ജനറൽ കാർലോസ് മൗറോ ഹോയോസ്. 1988 ജനുവരി 25-ന് മെഡെയ്ലിനിലെ വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്ന ഹോയോസിന്റെ കാറിനെ ഒരു സംഘം കൊലയാളികൾ പതിയിരുന്ന് ആക്രമിച്ചു. അദ്ദേഹത്തിന്റെ 2 അംഗരക്ഷകരും കൊല്ലപ്പെട്ടു. ഹോയോസിനെ അവർ തട്ടിക്കൊണ്ടുപോയി. മണിക്കൂറുകൾക്ക് ശേഷം നഗരപ്രാന്തത്തിലുള്ള ഒരു ഫാമിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തി. 10-ലധികം വെടിയുണ്ടകളേറ്റ് തുളഞ്ഞ ആ ശരീരത്തിന് മുകളിൽ ലോസ് എക്സ്ട്രാഡിറ്റബിൾസ് ഒരു കുറിപ്പ് വച്ചിരുന്നു: ഞങ്ങൾ പ്രതികാരം ചെയ്തിരിക്കുന്നു. രാജ്യത്തിന്റെ പരമോന്നത നിയമോപദേഷ്ടാവിനെ നട്ടുച്ചയ്ക്ക് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിലൂടെ തങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു സ്ഥാനവും കൊളംബിയയിലില്ലെന്ന് എസ്കോബാർ ഭരണകൂടത്തെ അറിയിക്കുകയായിരുന്നു. ഹോയോസിന്റെ കൊലപാതകത്തോടെ എസ്കോബാർ തന്റെ യുദ്ധം സാധാരണക്കാരിലേക്ക് വ്യാപിപ്പിച്ചു. അവന്റെ ജന്മനാടായ മെഡെയ്ലിൻ ഒരു യുദ്ധക്കളമായി മാറി. നഗരത്തിലെ പോലീസിനെതിരെ അവനൊരു സമ്പൂർണ്ണ യുദ്ധം പ്രഖ്യാപിച്ചു. ഓരോ പോലീസ് ഉദ്യോഗസ്ഥനെയും കൊല്ലുന്നവർക്ക് അവൻ പാരിതോഷികം വാഗ്ദാനം ചെയ്തു. ഒരു സാധാരണ കോൺസ്റ്റബിളിന്റെ തലയ്ക്ക് $100 മുതൽ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് $1000 വരെയായിരുന്നു വില. മെഡെയ്ലിനിലെ ചേരികളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാർ, സിക്കാരിയോസ് എന്നറിയപ്പെടുന്ന ഈ വാടക കൊലയാളികൾ, പണത്തിനു വേണ്ടി പോലീസുകാരെ വേട്ടയാടാൻ തുടങ്ങി. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന പോലീസുകാർ, ട്രാഫിക് നിയന്ത്രിക്കുന്നവർ, പെട്രോളിംഗ് നടത്തുന്നവർ, എന്തിന് സ്വന്തം വീടുകളിൽ വിശ്രമിക്കുന്നവർ പോലും വെടിയേറ്റു വീണു. 100 കണക്കിന് പോലീസുകാരാണ് ആ വർഷങ്ങളിൽ മെഡെയ്ലിനിൽ കൊല്ലപ്പെട്ടത്. നഗരത്തിലെ നിയമപാലകരുടെ മനോവീര്യം പൂർണ്ണമായും തകർന്നു. പലരും ജോലി രാജിവെച്ചു. മറ്റു ചിലർ കാട്ടലിനു വേണ്ടി രഹസ്യമായി ജോലി ചെയ്യാൻ തുടങ്ങി. മെഡെയ്ലിനിൽ നിയമവാഴ്ച ഇല്ലാതായി. അവിടെ എസ്കോബാറിന്റെ നിയമം മാത്രം നിലനിന്നു. ഈ ഭീകരതയുടെ പശ്ചാത്തലത്തിലാണ് കൊളംബിയ അടുത്ത പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി മറ്റെല്ലാവരേക്കാളും ബഹുദൂരം മുന്നിലായിരുന്നു: ലൂയിസ് കാർലോസ് ഗലാൻ. ലിബറൽ പാർട്ടിയിലെ വിമതവിഭാഗമായ ന്യൂ ലിബറലിസത്തിന്റെ സ്ഥാപകനായ ഗലാൻ കൊളംബിയയുടെ രാഷ്ട്രീയത്തിലെ പ്രതീക്ഷയുടെ കിരണമായിരുന്നു. അഴിമതിക്കെതിരെയും മയക്കുമരുന്നു മാഫിയക്കെതിരെയും അദ്ദേഹം നടത്തിയ ധീരമായ പ്രസംഗങ്ങൾ ജനങ്ങളെ ആവേശഭരിതരാക്കി. അദ്ദേഹത്തിന്റെ റാലികളിൽ 10,000 തടിച്ചുകൂടി. കൈമാറ്റക്കരാർ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. പാബ്ലോ എസ്കോബാറിനെപ്പോലുള്ള ക്രിമിനലുകളുമായി ഒരു സന്ധിക്കും താൻ തയ്യാറല്ലെന്നും അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം ആവർത്തിച്ചു പ്രഖ്യാപിച്ചു. ഗലാന്റെ ഈ കുതിപ്പ് പാബ്ലോ എസ്കോബാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മരണമണിയായിരുന്നു. ഗലാൻ പ്രസിഡന്റായാൽ തന്റെ സാമ്രാജ്യം അവസാനിക്കുമെന്ന് അവന് വ്യക്തമായിരുന്നു. ഗലാനെ പണം കൊടുത്തു വാങ്ങാൻ കഴിയില്ല, ഭീഷണിപ്പെടുത്തി നിശബ്ദനാക്കാനും സാധ്യമല്ല. ഒരേ ഒരു മാർഗം അദ്ദേഹത്തെ ഇല്ലാതാക്കുക എന്നതായിരുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തുവരുന്തോറും ഗലാന് നേരെയുള്ള ഭീഷണികൾ വർദ്ധിച്ചു. പലതവണ അദ്ദേഹത്തിന് നേരെ വധശ്രമങ്ങളുണ്ടായി. മെഡെയ്ലിനിൽ വെച്ച് ഒരു റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ച് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടം തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും കുടുംബാംഗങ്ങളും റാലികൾ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ ഗലാൻ പിന്മാറിയില്ല. എന്നെ അവർക്ക് കൊല്ലാൻ കഴിഞ്ഞേക്കാം, പക്ഷേ എന്റെ ആശയങ്ങളെ കൊല്ലാൻ അവർക്ക് കഴിയില്ല, അദ്ദേഹം പറഞ്ഞു. 1989 ഓഗസ്റ്റ് 18 വെള്ളിയാഴ്ച ബൊഗോട്ടയുടെ പ്രാന്തപ്രദേശത്തുള്ള സൊവാച്ച എന്ന പട്ടണത്തിൽ ഒരു വലിയ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കാനെത്തുകയായിരുന്നു ലൂയിസ് കാർലോസ് ഗലാൻ. 10,000-കണക്കിന് ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാനും കേൾക്കാനും തടിച്ചുകൂടിയിരുന്നു. വേദിയിലേക്ക് നടന്നുകയറി ജനങ്ങളെ നോക്കി കൈവീശുന്നതിനിടയിൽ പെട്ടെന്ന് ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു മെഷീൻ ഗൺ ഗർജിച്ചു. വെടിയുണ്ടകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തുളച്ചുകയറി. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചിരുന്നെങ്കിലും വെടിയുണ്ടകൾ അതിനു പാഴയായി വയറിലാണ് തറച്ചത്. വേദിയിൽ രക്തത്തിൽ കുളിച്ചു വീണ ഗലാനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊളംബിയയുടെ ഭാവി പ്രതീക്ഷയായിരുന്ന ആ നേതാവ് പാബ്ലോ എസ്കോബാർ എന്ന ഒരൊറ്റ മനുഷ്യന്റെ അധികാരക്കൊതിക്കു മുന്നിൽ ഇല്ലാതായി. ഗലാന്റെ കൊലപാതകം കൊളംബിയ എന്ന രാജ്യത്തിന്റെ ആത്മാവിനേറ്റ മുറിവായിരുന്നു. രാജ്യം മുഴുവൻ ദുഃഖത്തിലും രോഷത്തിലും അമർന്നു. പ്രസിഡന്റ് വിർജീലിയോ ബാർക്കോയുടെ സർക്കാർ അതുവരെ കാണിക്കാത്ത കാർക്കശ്യത്തോടെ പ്രതികരിച്ചു. ഇനി മയക്കുമരുന്ന് മാഫിയയുമായി ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു. ഗലാന്റെ മരണത്തിന് തൊട്ടടുത്ത ദിവസം പ്രസിഡന്റ് തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് കുറ്റവാളി കൈമാറ്റ കരാർ അടിയന്തിരമായി പുനഃസ്ഥാപിച്ചു. കോടതിയുടെ ഇടപെടൽ പോലുമില്ലാതെ ഭരണപരമായ ഉത്തരവിലൂടെ കൈമാറ്റം നടത്താൻ ഇത് സർക്കാരിന് അധികാരം നൽകി.
അതൊരു സമ്പൂർണ്ണ യുദ്ധപ്രഖ്യാപനമായിരുന്നു. സർക്കാർ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വേട്ടയാരംഭിച്ചു. പാബ്ലോ എസ്കോബാറിന്റെയും മെഡേലിൻ കാർട്ടലിലെ മറ്റംഗങ്ങളുടെയും വീടുകളും ഫാമുകളും ബിസിനസ് സ്ഥാപനങ്ങളും കണ്ടുകെട്ടാൻ തുടങ്ങി. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ഹെലികോപ്റ്ററുകളും സൈനിക വാഹനങ്ങളും ഉപയോഗിച്ച് കാർട്ടലിന്റെ ഒളിത്താവളങ്ങൾ റെയ്ഡ് ചെയ്തു. എസ്കോബാറിന്റെ ആഡംബരത്തിന്റെ പ്രതീകമായിരുന്ന സ്വന്തമായി മൃഗശാലയും വിമാനത്താവളവുമൊക്കെ ഉണ്ടായിരുന്ന ഹസിയൻഡ ലാപോൾസ് എന്ന കൂറ്റൻ എസ്റ്റേറ്റ് സൈന്യം പിടിച്ചെടുത്തു. ഈ സൈനിക നടപടികൾക്ക് നേതൃത്വം നൽകാൻ സർക്കാർ ഒരു പുതിയ എലൈറ്റ് പോലീസ് സൈനിക യൂണിറ്റ് രൂപീകരിച്ചു. സെർച്ച് ബ്ലോക്ക് അല്ലെങ്കിൽ ബ്ലോക്കെ ഡെ ബുസ്കേദ എന്ന്. അവരുടെ ഒരേയൊരു ദൗത്യം പാബ്ലോ എസ്കോബാറിനെ പിടികൂടുക അല്ലെങ്കിൽ കൊല്ലുക എന്നതായിരുന്നു. അമേരിക്കൻ സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഈ യൂണിറ്റിനുണ്ടായിരുന്നു. സാമ്പത്തിക സഹായം, ആയുധങ്ങൾ, പരിശീലനം, രഹസ്യാന്വേഷണ വിവരങ്ങൾ എന്നിവയെല്ലാം അമേരിക്ക നൽകി. കൊളംബിയൻ പോലീസിലെ ഏറ്റവും മികച്ച, അഴിമതിക്ക് വഴങ്ങാത്ത ഉദ്യോഗസ്ഥരെയാണ് ഈ സംഘത്തിലേക്ക് തെരഞ്ഞെടുത്തത്. ഒരു രാഷ്ട്രീയ നേതാവിനെ കൊലപ്പെടുത്തിയതിലൂടെ താൻ ഭയന്നിരുന്ന ആ കൈമാറ്റ കരാറിനെ ഇല്ലാതാക്കാമെന്നാണ് എസ്കോബാർ കരുതിയത്. എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. അവൻ ഒരു രാജ്യത്തെ മുഴുവൻ തന്റെ ശത്രുവാക്കി മാറ്റി. ഒരു പ്രസിഡൻഷ്യൻ സ്ഥാനാർത്ഥിയെ കൊലപ്പെടുത്തിയതോടെ അവൻ ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ ഭീകരവാദികളിലൊരാളായി മുദ്രകുത്തപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന പാബ്ലോ എസ്കോബാർ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ആവശ്യമുള്ള പിടികിട്ടാപ്പുള്ളിയായി മാറി. ഇനി അവന് ഒളിക്കാൻ സ്ഥലങ്ങളില്ലായിരുന്നു. അതൊരു അതിജീവനത്തിനായുള്ള പോരാട്ടമായി മാറി. ആ പോരാട്ടത്തിൽ കൊളംബിയയുടെ മണ്ണിൽ ഇനിയും ഒരുപാട് രക്തം വീഴാനിരിക്കുന്നതേയുണ്ടായിരുന്നുള്ളൂ. അവന്റെ അടുത്ത നീക്കം സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ഭീകരാക്രമണ പരമ്പരയായിരുന്നു. അതിന്റെ ആദ്യത്തെ വലിയ ഇര നിരപരാധികളായ നൂറുകണക്കിന് സാധാരണക്കാരായിരുന്നു. സർക്കാരിന്റെ സമ്പൂർണ്ണ യുദ്ധപ്രഖ്യാപനം പാബ്ലോ എസ്കോബാറിനെ വേട്ടയാടപ്പെടുന്ന ഒരു മൃഗത്തിന്റെ അവസ്ഥയിലേക്ക് തള്ളിവിട്ടു. അതുവരെ കൊളംബിയയുടെ ഏതെങ്കിലും ഒരു കോണിൽ അവനൊരു സുരക്ഷിത താവളമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കേണൽ ഹ്യൂഗോ മാർട്ടിനസിന്റെ നേതൃത്വത്തിലുള്ള സെർച്ച് ബ്ലോക്ക് അമേരിക്കൻ ചാരസംഘടനകളുടെ സഹായത്തോടെ അവന്റെ ഓരോ നീക്കവും മണത്തറിയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവന്റെ ഫോൺ കോളുകൾ ചോർത്തപ്പെട്ടു. അവന്റെ സാമ്പത്തിക ഇടപാടുകൾ മരവിപ്പിക്കപ്പെട്ടു. അവന്റെ വിശ്വസ്തർ ഒന്നുകിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്തു. ആയിരക്കണക്കിന് സൈനികരും പോലീസുകാരും അവനുവേണ്ടി കൊളംബിയൻ കാടുകളും നഗരങ്ങളും അരിച്ചുപെറുക്കി. ഒരു കാലത്ത് കൊട്ടാരസദൃശ്യമായ ഹസിയൻഡ നാപ്പോൾസിയിൽ വിഹരിച്ചിരുന്ന എൽ പാട്രോൺ ഇപ്പോൾ ഓരോ രാത്രിയും ഓരോ ഒളിത്താവളത്തിൽ എപ്പോഴും പിടിക്കപ്പെടുമെന്ന ഭയത്തോടെ കഴിയാൻ നിർബന്ധിതനായി. ഈ സമ്മർദ്ദം അവനെ കൂടുതൽ അപകടകാരിയാക്കി. തനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്ന ചിന്ത അവന്റെ ഉള്ളിൽ ഒരു രാക്ഷസനെ ഉണർത്തി. ഭരണകൂടത്തെ അനുനയിപ്പിക്കാനോ അവരുമായി ഒത്തുതീർപ്പിലെത്താനോ ഉള്ള എല്ലാ വഴികളും അടഞ്ഞുവെന്ന് അവൻ മനസ്സിലാക്കി. ഇനി ഒരേയൊരു മാർഗമേ അവശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ: ഭീകരത. സർക്കാരിനെതിരെ യുദ്ധം ചെയ്യുന്നതിന്റെ വില സാധാരണ ജനങ്ങളെക്കൊണ്ട് അനുഭവിപ്പിക്കുക. രാജ്യത്ത് ഭയത്തിന്റെയും അരക്ഷിതാവസ്ഥയുടെയും ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. സാധാരണക്കാരുടെ ജീവൻ ഒരു വിലയുമില്ലാതാകുമ്പോൾ ജനങ്ങൾ തന്നെ സർക്കാരിനെതിരെ തിരിയുമെന്നും ഈ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാൻ വേണ്ടി കൈമാറ്റക്കരാർ റദ്ദാക്കാൻ അവർ നിർബന്ധിതരാകുമെന്നും എസ്കോബാർ കണക്കുകൂട്ടി. അതൊരു പൈശാചികമായ തന്ത്രമായിരുന്നു. ആ തന്ത്രം നടപ്പിലാക്കാൻ അവൻ തെരഞ്ഞെടുത്ത വഴികൾ കൊളംബിയയുടെ ചരിത്രത്തെ എന്നേക്കുമായി മുറിവേൽപ്പിച്ചു. 989 നവംബർ 27 തിങ്കളാഴ്ച ബൊഗോട്ടയിലെ എൽ ഡൊറാഡോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കല എന്ന നഗരത്തിലേക്ക് പറന്നുയരാൻ തയ്യാറെടുക്കുകയായിരുന്നു ഏവിയങ്ക എയർലൈൻസിന്റെ ബോയിംഗ് 727 വിമാനമായ ഫ്ലൈറ്റ് 2003. 101 യാത്രക്കാരും 6 ജീവനക്കാരുമായി വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സൊവാച്ച പട്ടണത്തിന് മുകളിലൂടെ ഏകദേശം 13,000 അടി ഉയരത്തിൽ വെച്ച് കാതടപ്പിക്കുന്ന ഒരു ശബ്ദത്തോടെ അതൊരു തീഗോളമായി മാറി. വിമാനത്തിന്റെ മധ്യഭാഗത്തുള്ള ഇന്ധന ടാങ്കിന് സമീപം നടന്ന ശക്തമായ സ്ഫോടനത്തിൽ വിമാനം കഷ്ണങ്ങളായി ചിതറിത്തെറിച്ചു. ആകാശത്തുനിന്ന് തീപിടിച്ച അവശിഷ്ടങ്ങളും മനുഷ്യശരീരങ്ങളും താഴേക്ക് പതിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന 107 പേരും തൽക്ഷണം കൊല്ലപ്പെട്ടു. നിലറ്റ് വീണ അവശിഷ്ടങ്ങൾ തട്ടി 3 പേർ കൂടി മരിച്ചു. കൊളംബിയ ഞെട്ടിവിറച്ചു. ഇതൊരപകടമല്ല, ഭീകരാക്രമണമാണെന്ന് വ്യക്തമായിരുന്നു. അന്വേഷണം പുരോഗമിച്ചപ്പോൾ
ഇതിനു പിന്നിലെ ക്രൂരമായ ആസൂത്രണം പുറത്തുവന്നു. ലൂയിസ് കാർലോസ് ഗലാന്റെ രാഷ്ട്രീയ പിൻഗാമിയായി കണക്കാക്കപ്പെട്ടിരുന്ന അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി സീസർ ഗവീരിയ ട്രുഹിയോ ആ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടതായിരുന്നു. അദ്ദേഹത്തെ വധിക്കുക എന്നതായിരുന്നു എസ്കോബാറിന്റെ ലക്ഷ്യം. എന്നാൽ അവസാന നിമിഷം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർബന്ധപ്രകാരം ഗവീരിയ ആ യാത്ര ഒഴിവാക്കി. ഗവീരിയയെ കൊല്ലാൻ വേണ്ടി 100-ലധികം നിരപരാധികളുടെ ജീവനാണ് എസ്കോബാർ ബലികൊടുത്തത്. സ്യൂട്ട്കേസിനുള്ളിൽ ബോംബ് വെച്ച ഒരു ചെറുപ്പക്കാരനെ ചതിയിലൂടെയാണ് അവർ വിമാനത്തിൽ കയറ്റിവിട്ടത്. സംഭാഷണം റെക്കോർഡ് ചെയ്യാനുള്ള ഉപകരണമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ആ യുവാവിന്റെ കയ്യിൽ ബോംബ് കൊടുത്തുവിട്ടതെന്നാണ് പറയപ്പെടുന്നത്. കാരണം എന്തുതന്നെയായാലും ഫലം ഒന്നായിരുന്നു: കൊളംബിയയുടെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ഭീകരാക്രമണം. എന്നാൽ എസ്കോബാറിന്റെ രക്തദാഹം അതുകൊണ്ടും അവസാനിച്ചില്ല. ഏവിയങ്ക വിമാനദുരന്തത്തിന്റെ ഞെട്ടൽ മാറും മുമ്പേ 9 ദിവസങ്ങൾക്ക് ശേഷം ഡിസംബർ 6-ന് അവൻ അടുത്ത പ്രഹരമേൽപ്പിച്ചു. ഇത്തവണ ലക്ഷ്യം ഭരണകൂടത്തിന്റെ ഹൃദയത്തിനായിരുന്നു. കൊളംബിയയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സെക്യൂരിറ്റിയുടെ ബൊഗോട്ടയിലെ ആസ്ഥാനമന്ദിരമായിരുന്നു ഇര. ഈ ഏജൻസിയുടെ തലവൻ ജനറൽ മിഗുവേൽ മാസ മാർക്കേസ് എസ്കോബാറിന്റെ കടുത്ത ശത്രുവായിരുന്നു. മാസയെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ 500 കിലോഗ്രാം ഡൈനാമൈറ്റ് നിറച്ച ഒരു ബസ് DAS ആസ്ഥാനത്തിനു മുന്നിൽ പാർക്ക് ചെയ്ത ശേഷം ഭീകരർ സ്ഫോടനം നടത്തി. ആ സ്ഫോടനത്തിന്റെ പ്രകമ്പനം ബൊഗോട്ട നഗരത്തെ പിടിച്ചുകുലുക്കി. 9 നിലകളുള്ള ആ കൂറ്റൻ കെട്ടിടത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കെട്ടിടത്തിനു മുന്നിൽ 3 മീറ്റർ ആഴമുള്ള ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ചുറ്റുവട്ടത്തുള്ള 300-ലധികം കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി. 100 കണക്കിന് കാറുകൾ തകർന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 70ഓളം പേർ തൽക്ഷണം കൊല്ലപ്പെട്ടു. 500-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരായിരുന്നു: വഴിയാത്രക്കാർ, സമീപത്തെ കടകളിലെ ജോലിക്കാർ, കെട്ടിടത്തിനു മുന്നിലൂടെ വാഹനങ്ങളിൽ പോവുകയായിരുന്നവർ. എസ്കോബാറിന്റെ പ്രധാന ലക്ഷ്യമായിരുന്ന ജനറൽ മാസ മാർക്കേസ് തന്റെ ബുള്ളറ്റ് പ്രൂഫ് ഓഫീസിലായിരുന്നതിനാൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വീണ്ടും എസ്കോബാറിന്റെ ലക്ഷ്യം പിഴച്ചു. പക്ഷേ അതിന്റെ വില നൽകേണ്ടി വന്നത് പതിവുപോലെ നിരപരാധികളായ മനുഷ്യരായിരുന്നു. ഈ 2 ഭീകരാക്രമണങ്ങളോടെ കൊളംബിയ ഒരു ഭയത്തിന്റെ തടവറയായി മാറി. എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഒരു ബോംബ് പൊട്ടിത്തെറിക്കാമെന്ന അവസ്ഥ. ഷോപ്പിംഗ് മാളുകളിലും സിനിമാ തിയേറ്ററുകളിലും തിരക്കേറിയ തെരുവുകളിലും കാർ ബോംബുകൾ പൊട്ടിത്തെറിക്കുന്നത് ഒരു തുടർക്കഥയായി. ആളുകൾ പുറത്തിറങ്ങാൻ ഭയപ്പെട്ടു. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ തകർന്നു. വിദേശ നിക്ഷേപകർ കൊളംബിയയെ ഉപേക്ഷിച്ചു. രാജ്യം ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലെത്തി. ഇതെല്ലാം കണ്ട എസ്കോബാർ കരുതി സർക്കാർ തനിക്കു മുന്നിൽ മുട്ടുമടക്കുമെന്ന്. എന്നാൽ സർക്കാർ തളർന്നില്ല. സെർച്ച് ബ്ലോക്കിന്റെ വേട്ട കൂടുതൽ ശക്തമായി. ഏവിയാൻക DAS ആക്രമണങ്ങൾ ലോകമെമ്പാടും എസ്കോബാറിനെതിരെ കടുത്ത വികാരമുണർത്തി. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും കൊളംബിയൻ സർക്കാരിന് കൂടുതൽ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു. ഈ അന്താരാഷ്ട്ര സഹകരണവും സെർച്ച് ബ്ലോക്കിന്റെ തളരാത്ത പ്രവർത്തനങ്ങളും താമസിയാതെ ഫലം കണ്ടു തുടങ്ങി. 1989 ഡിസംബർ 15 DAS ആക്രമണം കഴിഞ്ഞ് വെറും 9 ദിവസങ്ങൾക്ക് ശേഷം മെഡേലിൻ കാട്ടലിന്റെ സൈനിക വിഭാഗത്തിന്റെ തലവനും പാബ്ലോ എസ്കോബാർ കഴിഞ്ഞാൽ കാട്ടലിലെ ഏറ്റവും ക്രൂരനും അപകടകാരിയുമായ ഗോൺസാലോ റോഡ്രിഗ്സ് ഗാച്ച എന്ന എൽ മെക്സിക്കാനോയെയും അവന്റെ മകനെയും സെർച്ച് ബ്ലോക്ക് വളഞ്ഞു. കൊളംബിയയുടെ വടക്കൻ തീരത്തിനടുത്തുള്ള കൊവേനിയാസ് എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അത്. ഹെലികോപ്റ്ററുകളിൽ ഇരച്ചെത്തിയ കമാൻഡോകളുമായി നടന്ന ഷിഡ്ഢത്ത-ഏറ്റുമുട്ടലിനൊടുവിൽ ഗാച്ചയും മകനും മറ്റംഗരക്ഷകരും കൊല്ലപ്പെട്ടു. എൽ മെക്സിക്കാനോയുടെ മരണം മെഡേലിൻ കാട്ടലിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നായിരുന്നു. അത് എസ്കോബാറിന് വ്യക്തിപരമായ ഒരു നഷ്ടം കൂടിയായിരുന്നു. ഗാച്ച അവന്റെ വലം കൈയും ഏറ്റവും വിശ്വസ്തനായ പങ്കാളിയുമായിരുന്നു. അവന്റെ മരണത്തോടെ കാട്ടലിന്റെ സൈനിക ശക്തിക്ക് വലിയ ക്ഷയം സംഭവിച്ചു. സർക്കാരിനും സെർച്ച് ബ്ലോക്കിനും അതൊരു വലിയ മനോവീര്യം നൽകുന്ന വിജയമായിരുന്നു. പാബ്ലോ എസ്കോബാർ അജേയനല്ലെന്നും അവന്റെ സാമ്രാജ്യത്തിലെ ഓരോ തൂണുകളെയും തങ്ങൾക്ക് തകർക്കാൻ കഴിയുമെന്നും അവർ തെളിയിച്ചു. ഒരു വശത്ത് നിരപരാധികളെ കൊന്നൊടുക്കി രാജ്യത്തെ മുൾമുനയിൽ നിർത്തുന്ന പാബ്ലോ എസ്കോബാർ, മറുവശത്ത് അവന്റെ സാമ്രാജ്യത്തിലെ ഓരോ കണ്ണികളെയായി ഇല്ലാതാക്കിക്കൊണ്ട് മുന്നേറുന്ന സർക്കാർ. ഗാച്ചയുടെ മരണത്തോടെ യുദ്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. എസ്കോബാർ കൂടുതൽ ഒറ്റപ്പെട്ടു. അവന്റെ വിശ്വസ്തരുടെ വലയം ചെറുതായി വന്നു. ഭയവും പ്രതികാരദാഹവും അവന്റെ ചിന്തകളെ കൂടുതൽ വിഷലിപ്തമാക്കി. എന്നാൽ തോൽവി സമ്മതിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. അടുത്ത ഇരയെ അവൻ മനസ്സിൽ കുറിച്ചിരുന്നു. ഇത്തവണയും അതൊരു രാഷ്ട്രീയ നേതാവായിരുന്നു. ഗലാനും ഗവീരിയ്ക്കും ശേഷം ലിബറൽ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള ഒരാൾ.
യുദ്ധം തുടരുകയായിരുന്നു. രക്തത്തിന് രക്തം, ജീവന് ജീവൻ, അതായിരുന്നു അവന്റെ നിയമം. ഗോൺസാലോ റോഡ്രിഗസ് ഗാച്ചയുടെ മരണം പാബ്ലോ എസ്കോബാറിനെ കൂടുതൽ ഒറ്റപ്പെടുത്തി, അതോടൊപ്പം കൂടുതൽ ക്രൂരനുമാക്കി. തന്റെ സാമ്രാജ്യത്തിന്റെ ഒരു പ്രധാന തൂണ് നഷ്ടപ്പെട്ടപ്പോൾ ബാക്കിയുള്ളവയെ സംരക്ഷിക്കാൻ അവൻ കൂടുതൽ അക്രമാസക്തനായി. ഭരണകൂടം തന്റെ ശക്തികേന്ദ്രങ്ങളെ ഒന്നൊന്നായി തകർക്കുന്നത് കണ്ടപ്പോൾ അവൻ ഭരണകൂടത്തിന്റെ ആത്മാവിനെ തന്നെ മുറിവേൽപ്പിക്കാൻ തീരുമാനിച്ചു. ആ ആത്മാവ് കൊളംബിയയുടെ ജനാധിപത്യ പ്രക്രിയയായിരുന്നു. 1990 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്തുവരുംതോറും അവന്റെ ഭീകരതയുടെ ദിശയും അങ്ങോട്ട് തിരിഞ്ഞു. ലൂയിസ് കാർലോസ് ഗലാനെ കൊലപാതകത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകാൻ ധൈര്യം കാണിച്ച മറ്റൊരു സ്ഥാനാർത്ഥിയുണ്ടായിരുന്നു, ബെർണാഡോ ഹറാമിയോ ഓസ. ഇടതുപക്ഷ പാർട്ടിയായ യൂണിയൻ പാട്രിയോട്ടിക്കയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്നു മാഫിയയ്ക്കെതിരെയും രാജ്യത്തെ വലതുപക്ഷ അർദ്ധസൈനിക വിഭാഗങ്ങൾക്കെതിരെയും അദ്ദേഹം ശക്തമായി ശബ്ദമുയർത്തി. ഗലാനെ പോലെ തന്നെ ഹറാമിയോയുടെ റാലികളിലും ആയിരങ്ങൾ പങ്കെടുത്തു. ജനങ്ങൾ മാറ്റത്തിനായി ദാഹിക്കുകയായിരുന്നു. എന്നാൽ പാബ്ലോ എസ്കോബാറിന്റെ കൊളംബിയയിൽ മാറ്റത്തിനു വേണ്ടി ശബ്ദിക്കുന്നവർക്ക് ആയുസ് കുറവായിരുന്നു. 1990 മാർച്ച് 22-ന് ബൊഗോട്ടയിലെ എൽഡൊറാഡോ വിമാനത്താവളത്തിന്റെ ആഭ്യന്തര ടെർമിനലിൽ വെച്ച് തന്റെ അംഗരക്ഷകരോടൊപ്പം നടന്നുപോകുകയായിരുന്ന ബെർണാഡോ ഹറാമിയോയ്ക്ക് നേരെ ഒരു 16-കാരനായ സിക്കാരിയോ മെഷീൻ ഗൺ ഉപയോഗിച്ചു വെടിയുതിർത്തു. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും താമസിയാതെ മരണം സംഭവിച്ചു. 6 മാസത്തിനിടെ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു ഹറാമിയോ. കൊളംബിയൻ ജനാധിപത്യത്തിന്റെ ശവപ്പെട്ടിയിലെ മറ്റൊരാണിയായിരുന്നു ആ കൊലപാതകം. ഇതിനു പിന്നാലെ ഏപ്രിൽ 26-ന് M19 ഗറില്ല പ്രസ്ഥാനം ആയുധം വെച്ചു കീഴടങ്ങി രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്നപ്പോൾ അവരുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന കാർലോസ് പിസാറോ ലിയോൺ ഗൊമസും ഒരു വിമാനത്തിനുള്ളിൽ വെച്ച് വെടിയേറ്റു കൊല്ലപ്പെട്ടു. ഇതോടെ 1990-ലെ തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊളംബിയയുടെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ ഒന്നായി മാറി. സ്ഥാനാർത്ഥികൾക്ക് ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളിലും കനത്ത സുരക്ഷയിലുമല്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. പ്രസംഗവേദികൾക്ക് പകരം ടെലിവിഷൻ സ്റ്റുഡിയോകളിൽ അവർക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടി വന്നു. ഈ കൊലപാതക പരമ്പരകൾക്കിടയിലും എസ്കോബാർ തന്റെ ബോംബ് യുദ്ധം തുടർന്നു. മെഡെയ്ലിനിലും ബൊഗോട്ടയിലും കാലിയിലുമെല്ലാം കാർ ബോംബുകൾ ഒരു തുടർക്കഥയായി. ഒരു ഫുട്ബോൾ മത്സരം കാണാൻ പോകുന്നവരും അമ്മയുടെ ദിവസത്തിൽ സമ്മാനം വാങ്ങാൻ കടയിൽ പോയവരും സ്കൂളിൽ നിന്നും മടങ്ങുന്ന കുട്ടികളുമെല്ലാം ആ സ്ഫോടനങ്ങളിൽ ചിന്നിച്ചിതറി. ഭീകരതയുടെ വിഷപ്പുക രാജ്യത്തെ ആകെ ശ്വാസം മുട്ടിച്ചു. എന്നാൽ ഈ ഭീകരതയ്ക്ക് വിപരീതമായ ഒരു ഫലമാണുണ്ടായത്. എസ്കോബാറിന്റെ ക്രൂരതകൾ ജനങ്ങളെ ഭയപ്പെടുത്തിയെങ്കിലും അവരെ നിശബ്ദരാക്കിയില്ല. മയക്കുമരുന്നു ഭീകരതയ്ക്കെതിരെ അവർ കൂടുതൽ ഉറച്ച നിലപാടെടുത്തു. 1990 മെയ് മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ലൂയിസ് കാർലോസ് ഗലാന്റെ കൊലപാതകത്തിനു ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായി തെരഞ്ഞെടുക്കപ്പെട്ട സീസർ ഗവീരിയ ട്രൂഹിയോ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. ഗലാന്റെ ആശയങ്ങൾക്കും ധീരതയ്ക്കുമുള്ള ഒരു സമർപ്പണമായിരുന്നു ആ വിജയം. പാബ്ലോ എസ്കോബാറിന്റെ ഭീഷണികൾക്കുള്ള കൊളംബിയൻ ജനതയുടെ മറുപടി കൂടിയായിരുന്നു അത്. പുതിയ പ്രസിഡന്റ് സീസർ ഗവീരിയ അധികാരമേറ്റയുടൻ എസ്കോബാറിനെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തമാക്കി. എന്നാൽ അതോടൊപ്പം രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാൻ അദ്ദേഹം ഒരു പുതിയ വഴിയും മുന്നോട്ടുവച്ചു. മയക്കുമരുന്ന് കടത്തുകാർക്ക് കീഴടങ്ങാൻ അദ്ദേഹം ഒരവസരം നൽകി. സ്വമേധയാ കീഴടങ്ങുകയും കുറ്റമേറ്റുപറയുകയും ചെയ്യുന്നവർക്ക് അമേരിക്കയിലേക്ക് കൈമാറ്റം ചെയ്യില്ലെന്നും കൊളംബിയയിലെ ജയിലുകളിൽ കുറഞ്ഞ ശിക്ഷ നൽകുമെന്നും സർക്കാർ ഒരു പുതിയ നിയമം ഡിക്രി പുറപ്പെടുവിച്ചു. ഈ വാഗ്ദാനം മെഡെയ്ലിൻ കാട്ടിലിനുള്ളിൽ ഒരു വലിയ ഭിന്നതയുണ്ടാക്കി. പാബ്ലോ എസ്കോബാർ ഈ ആശയത്തെ പൂർണ്ണമായി എതിർത്തു. സർക്കാരിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ഇതൊരു കെണിയാണെന്നും അവൻ വാദിച്ചു. എന്നാൽ കാട്ടിലിലെ മറ്റുള്ളവർക്ക് മടുത്തു തുടങ്ങിയിരുന്നു. ഓച്ചോവ സഹോദരന്മാർ ജോർജ് ലൂയിസ്, ജുവാൻ ഡേവിഡ്, ഫാബിയോ ജൂനിയർ ഈ നിരന്തരമായ യുദ്ധത്തിൽ തളർന്നിരുന്നു. അവർ പണക്കാരായിരുന്നു. അവർക്ക് സമാധാനത്തോടെ ജീവിക്കണമായിരുന്നു. സർക്കാരിന്റെ വാഗ്ദാനം അവർക്കൊരു രക്ഷപ്പെടൽ മാർഗമായി തോന്നി. 1990 ഡിസംബറിൽ പാബ്ലോ എസ്കോബാറിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഓച്ചോവ സഹോദരന്മാരിൽ ഏറ്റവും ഇളയവനായ ഫാബിയോ ഓച്ചോവ സർക്കാരിന് മുന്നിൽ കീഴടങ്ങി. അധികം വൈകാതെ മറ്റു 2 സഹോദരന്മാരും അതേ പാത പിന്തുടർന്നു. ഇത് മെഡെയ്ലിൻ കാട്ടലിന്റെ തകർച്ചയുടെ തുടക്കമായിരുന്നു.
എസ്കോബാറിന്റെ ഏറ്റവും അടുത്തതും ശക്തരുമായ പങ്കാളികളാണ് അവനെ ഉപേക്ഷിച്ച് മറുപക്ഷത്തേക്ക് പോയത്. അതോടെ എസ്കോബാർ കൂടുതൽ ഒറ്റപ്പെട്ടു. അവന്റെ സാമ്രാജ്യം ചുരുങ്ങി വന്നു. തന്റെ പങ്കാളികളുടെ ഈ ചതി എസ്കോബാറിനെ ചൂടിപ്പിച്ചു. കീഴടങ്ങാനുള്ള സർക്കാരിന്റെ വാഗ്ദാനം പൊളിക്കുക എന്നതായി അവന്റെ അടുത്ത ലക്ഷ്യം. സർക്കാരിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് തനിക്ക് മാത്രം അനുകൂലമായ ഒരു കീഴടങ്ങൽ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ അവൻ തീരുമാനിച്ചു. അതിനായി അവൻ ഒരു പുതിയ കൂടുതൽ ക്രൂരമായ തന്ത്രം മെനഞ്ഞു: തട്ടിക്കൊണ്ടുപോകൽ. അവന്റെ ലക്ഷ്യം സാധാരണക്കാരല്ലായിരുന്നു. കൊളംബിയയിലെ ഏറ്റവും പ്രശസ്തരും സ്വാധീനശക്തിയുള്ളവരുമായ വ്യക്തികളെ അവൻ ഒന്നൊന്നായി തട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങി. ലോസ് എക്സ്ട്രാഡിറ്റബിൾസ് ഈ പുതിയ ഭീകരതയ്ക്ക് ഒരു പേരിട്ടു: ഓപ്പറേഷൻ അപ്പോക്കലിപ്സ്. അവരുടെ ആദ്യത്തെ പ്രധാന ഇര കൊളംബിയയുടെ മുൻ പ്രസിഡന്റായിരുന്ന ജൂലിയോ സീസർ ടർബേ അയലയുടെ മകളും പ്രമുഖ പത്രപ്രവർത്തകയുമായ ഡയാന ടർബേ ആയിരുന്നു. ഒരു ഗറില്ല നേതാവുമായി അഭിമുഖം തരപ്പെടുത്തി തരാമെന്ന് വിശ്വസിപ്പിച്ചാണ് അവളെയും അവളുടെ സഹപ്രവർത്തകരെയും അവർ തട്ടിക്കൊണ്ടുപോയത്. അടുത്ത ഇര രാജ്യത്തെ ഏറ്റവും വലിയ പത്രമായ എൽ ടിഎംപോയുടെ ഉടമസ്ഥ കുടുംബാംഗവും പത്രാധിപരുമായ ഫ്രാൻസിസ്കോ സാന്റോസ് കാൽഡറോൺ ആയിരുന്നു. മുൻ പ്രസിഡന്റിന്റെ മരുമകൾ, ഒരു പ്രമുഖ രാഷ്ട്രീയക്കാരന്റെ സഹോദരി, ജർമ്മൻ പത്രപ്രവർത്തക, അങ്ങനെ തട്ടിക്കൊണ്ടുപോയവരുടെ പട്ടിക നീണ്ടുപോയി. ഈ തട്ടിക്കൊണ്ടുപോകലുകൾക്ക് പിന്നിലെ ലക്ഷ്യം വ്യക്തമായിരുന്നു. ഈ പ്രമുഖ വ്യക്തികളെ ബന്ദികളാക്കിക്കൊണ്ട് പ്രസിഡന്റ് ഗവീരിയയെയും കൊളംബിയൻ ഭരണകൂടത്തെയും അവൻ സമ്മർദ്ദത്തിലാക്കി. തന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ഈ ബന്ദികളെ ഓരോരുത്തരായി കൊലപ്പെടുത്തുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തി. അവന്റെ പ്രധാന ആവശ്യം ഇതായിരുന്നു: കൈമാറ്റക്കരാർ എന്നേക്കുമായി അവസാനിപ്പിക്കുക, അത് കൊളംബിയയുടെ പുതിയ ഭരണഘടനയിൽ എഴുതിച്ചേർക്കുക. കൂടാതെ കീഴടങ്ങിയാൽ തന്നെ പാർപ്പിക്കാൻ താൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് തനിക്കു വേണ്ട സൗകര്യങ്ങളോടുകൂടിയ തന്റെ സ്വന്തം സുരക്ഷാ ഭടന്മാരുള്ള ഒരു ജയിൽ നിർമ്മിക്കാൻ അനുവദിക്കുക. കൊളംബിയൻ സർക്കാർ ഒരു വലിയ പ്രതിസന്ധിയിലായി. ഒരു വശത്ത് രാജ്യത്തെ ഏറ്റവും പ്രമുഖരായ പൗരന്മാരുടെ ജീവൻ, മറുവശത്ത് ഒരു ഭീകരവാദിക്ക് മുന്നിൽ മുട്ടുമടക്കുക എന്ന അപമാനം. പ്രസിഡന്റ് ഗവീരിയ കടുത്ത സമ്മർദ്ദത്തിലായി. ബന്ദികളുടെ കുടുംബങ്ങൾ സർക്കാരിനെതിരെ തിരിഞ്ഞു. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ എസ്കോബാറിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് അവർ പരസ്യമായി ആവശ്യപ്പെട്ടു. പത്രങ്ങളും ടെലിവിഷനും ഈ വിഷയത്തിന് വലിയ പ്രാധാന്യം നൽകി. ഈ സമ്മർദ്ദതന്ത്രം ഫലം കാണുന്നുവെന്ന് എസ്കോബാർ മനസ്സിലാക്കി. എന്നാൽ സർക്കാർ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൻ തന്റെ ഭീഷണി നടപ്പിലാക്കാൻ തുടങ്ങി. 1991 ജനുവരിയിൽ ബന്ദികളിലൊരാളായ മറീന മൊണ്ടോയയെ ലോസ് എക്സ്ട്രാഡിറ്റബിൾസ് കൊലപ്പെടുത്തി. ആ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം അവർ പരസ്യമായി ഏറ്റെടുത്തു. തങ്ങൾ തമാശ പറയുകയല്ലെന്ന് അവർ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. ദിവസങ്ങൾക്ക് ശേഷം ഡയാന ടർബേയെ മോചിപ്പിക്കാനായി പോലീസ് നടത്തിയ ഒരു രഹസ്യ ഓപ്പറേഷൻ പരാജയപ്പെട്ടു. ഏറ്റുമുട്ടലിനിടയിൽ വെടിയേറ്റ ഡയാന ടർബേ കൊല്ലപ്പെട്ടു. ഈ 2 മരണങ്ങൾ സർക്കാരിന് മേലുള്ള സമ്മർദ്ദം അതിന്റെ പാരമ്യത്തിലെത്തിച്ചു. കൂടുതൽ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ ഒടുവിൽ സർക്കാർ വഴങ്ങാൻ തീരുമാനിച്ചു. പാബ്ലോ എസ്കോബാറുമായി ഒരു രഹസ്യധാരണയിലെത്താൻ അവർ തയ്യാറായി. അവന്റെ ആവശ്യങ്ങൾ മിക്കതും അംഗീകരിക്കപ്പെട്ടു. കൈമാറ്റം ചെയ്യില്ലെന്ന ഉറപ്പ് പുതിയ ഭരണഘടനയിൽ ഉൾപ്പെടുത്താമെന്ന് സർക്കാർ സമ്മതിച്ചു. അവനുവേണ്ടി അവന്റെ ജന്മനാടായ എൻവിഗാഡോയിലെ മലമുകളിൽ ഒരു പ്രത്യേക ജയിൽ നിർമ്മിക്കാനും സർക്കാർ അനുവാദം നൽകി. ആ ജയിലിന്റെ നിർമ്മാണം മുതൽ അവിടുത്തെ സുരക്ഷാ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതുവരെ എല്ലാ കാര്യങ്ങളിലും എസ്കോബാറിന്റെ നിയന്ത്രണമുണ്ടായിരിക്കും. അതൊരു ജയിലായിരുന്നില്ല, അതൊരു കോട്ടയായിരുന്നു. സ്വർണത്തിൽ തീർത്ത ഒരു കൂട്. പാബ്ലോ എസ്കോബാർ ആ കൂടിനൊരു പേരിട്ടു: ലാ കത്തീദ്രൽ. യുദ്ധം താൽക്കാലികമായി അവസാനിക്കുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പിടികെട്ടാപ്പുള്ളി സ്വന്തം നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും കീഴിൽ കീഴടങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു. അതൊരു കീഴടങ്ങലായിരുന്നില്ല, അതൊരു വിജയമായിരുന്നു. 1991 ജൂൺ 19 കൊളംബിയയുടെ ചരിത്രത്തിൽ ആ ദിവസം 2 കാരണങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ടു. ഒന്നാമതായി, രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ഘടനയെ പുനർനിർവചിക്കാൻ ലക്ഷ്യമിട്ട പുതിയ ഭരണഘടന നിലവിൽ വന്നു. രണ്ടാമതായി, ആ ഭരണഘടനയിലെ ഒരു പ്രത്യേക വകുപ്പിന്റെ തണലിൽ ലോകത്തിലെ ഏറ്റവും വലിയ പിടികിട്ടാപ്പുള്ളി പാബ്ലോ എസ്കോബാർ കൊളംബിയൻ സർക്കാരിന് മുന്നിൽ കീഴടങ്ങി. എന്നാൽ ആ നിയമം അവന്റേതായിരുന്നു. പുതിയ ഭരണഘടനയിലെ 35-ാം വകുപ്പ് പ്രകാരം കൊളംബിയൻ പൗരന്മാരെ വിദേശത്തേക്ക് കുറ്റവാളികളായി കൈമാറുന്നത് നിരോധിച്ചിരുന്നു. അത് എസ്കോബാറിന്റെ ഏറ്റവും വലിയ വിജയമായിരുന്നു. വർഷങ്ങളായി അവൻ ഭയന്നിരുന്ന, അതിനുവേണ്ടി നൂറുകണക്കിന് മനുഷ്യരുടെ ജീവനെടുത്ത ആ അമേരിക്കൻ ജയിലറകളുടെ വാതിൽ അവനു മുന്നിൽ എന്നേക്കുമായി അടയ്ക്കപ്പെട്ടിരുന്നു.
ലാ കത്തീഡ്രൽ ഒരു ജയിലെന്ന് പേരിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാസ്തവത്തിൽ അതൊരു ആഡംബര റിസോർട്ടായിരുന്നു. മെഡേലിൻ നഗരത്തെ മുഴുവൻ കാണാൻ കഴിയുന്ന ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന ആ കോട്ടയ്ക്കുള്ളിൽ എസ്കോബാറിനായി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. വലിയ കിടപ്പുമുറികൾ, ഒരു ബാർ, ചൂടുവെള്ളമുള്ള നീന്തൽക്കുളം, ജാക്കുസി, ഒരു വെള്ളച്ചാട്ടം, ബില്യാർഡ്സ് ടേബിൾ, വലിയ ടെലിവിഷനുകൾ എന്നിവയെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായി അവിടെ ഒരു ഫുൾ സൈസ് ഫുട്ബോൾ ഗ്രൗണ്ട് നിർമ്മിച്ചിരുന്നു. അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ അതിലും വിചിത്രമായിരുന്നു. ജയിലിന്റെ പുറത്തുള്ള വേലിക്കെട്ടിന് കാവലായി കൊളംബിയൻ സൈന്യം നിലയുറപ്പിച്ചു. എന്നാൽ ആ വേലിക്കെട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു. ലാ കത്തീഡ്രലിനകത്തെ ഗാർഡുകൾ പാബ്ലോ എസ്കോബാർ തന്നെ തിരഞ്ഞെടുത്ത, അവനോട് മാത്രം കൂറുള്ള അവന്റെ സ്വന്തം ആളുകളായിരുന്നു. ചുരുക്കത്തിൽ, ശത്രുക്കളിൽ നിന്നും പോലീസിൽ നിന്നും രക്ഷ നേടാനുള്ളൊരു സുരക്ഷിത കോട്ടയായിരുന്നു അവനത്. സർക്കാർ അവന് കാവൽ നിൽക്കുന്നു, അകത്തവൻ രാജാവായി വാഴുന്നു. തടവുകാരനായ എസ്കോബാറിന്റെ ജീവിതം ആഘോഷപൂർണമായിരുന്നു. കൊളംബിയയിലെ പ്രമുഖരായ ഫുട്ബോൾ താരങ്ങളെയും രാഷ്ട്രീയക്കാരെയും സുന്ദരികളായ സ്ത്രീകളെയും ലാ കത്തീഡ്രലിലേക്ക് ക്ഷണിച്ചുവരുത്തി അവൻ വലിയ പാർട്ടികൾ നടത്തി. അർജന്റീനയുടെ ഇതിഹാസതാരം ഡീഗോ മരഡോണ പോലും അവിടെ അതിഥിയായി എത്തിയെന്ന് കഥകളുണ്ട്. കൊളംബിയയുടെ ദേശീയ ടീമിലെ ഗോൾ കീപ്പറായിരുന്ന റെനെ ഹിഗുറ്റയെപ്പോലുള്ളവർ അവന്റെ സ്ഥിരം സന്ദർശകരായിരുന്നു. അവർ അവനോടൊപ്പം ഫുട്ബോൾ കളിച്ചു, മദ്യപിച്ചു, ആഘോഷിച്ചു. എന്നാൽ ഈ ആഘോഷങ്ങൾക്കെല്ലാം അപ്പുറം ലാ കത്തീഡ്രൽ മറ്റൊരു കേന്ദ്രമായി മാറുന്നുണ്ടായിരുന്നു. പുറം ലോകത്തിന് അതൊരു ജയിലായിരുന്നെങ്കിൽ അകത്ത് അതൊരു കോർപ്പറേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സായിരുന്നു. തന്റെ മയക്കുമരുന്നു സാമ്രാജ്യം പാബ്ലോ എസ്കോബാർ അവിടെയിരുന്ന് മുൻപത്തേക്കാൾ സുരക്ഷിതമായി നിയന്ത്രിച്ചു. ഫോണുകളും ഫാക്സ് മെഷീനുകളും മെസഞ്ചർമാരും വഴി അവന്റെ ഉത്തരവുകൾ ലോകമെമ്പാടും പറന്നു. കൊക്കെയിൻ നിർമ്മാണവും വിതരണവും ഒരു തടസ്സവുമില്ലാതെ തുടർന്നു. അവന്റെ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്ന സഹോദരൻ റോബർട്ടോ എസ്കോബാർ അവന്റെ കൂടെ തന്നെയായിരുന്നു തടവിൽ. അവന്റെ പ്രധാന ലെഫ്റ്റനന്റുമാർ എപ്പോൾ വേണമെങ്കിലും ലാ കത്തീഡ്രലിൽ വന്ന് അവനുമായി കൂടിക്കാഴ്ചകൾ നടത്തി. സർക്കാർ കാവലിൽ ശത്രുക്കളുടെ ശല്യമില്ലാതെ ബിസിനസ് നടത്താൻ കിട്ടിയൊരവസരമായി അവൻ ആ ജയിൽവാസം മാറ്റി. തുടക്കത്തിൽ കൊളംബിയൻ ജനത ഈ ക്രമീകരണത്തെ ഒരു കൈപ്പേറിയ ഗുളിക പോലെ വിഴുങ്ങി. വർഷങ്ങൾ നീണ്ട രക്തച്ചൊരിച്ചിലിന് ഒരന്ത്യമായല്ലോ എന്നായിരുന്നു പലരുടെയും ആശ്വാസം. എന്നാൽ അധികം വൈകാതെ ലാ കത്തീഡ്രലിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവരാൻ തുടങ്ങി. അവിടെ നടക്കുന്ന ആഡംബര പാർട്ടികളെക്കുറിച്ചും എസ്കോബാർ ഇപ്പോഴും തന്റെ സാമ്രാജ്യം നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചുമുള്ള റിപ്പോർട്ടുകൾ പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു. ഇത് സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കി. പ്രസിഡന്റ് ഗവീരിയ ഒരു ഭീകരവാദിക്ക് സുഖവാസം ഒരുക്കിക്കൊടുക്കുന്നു എന്ന ആരോപണം ശക്തമായി. അമേരിക്കൻ സർക്കാർ ഈ ക്രമീകരണത്തിൽ തങ്ങൾക്കുള്ള അതൃപ്തി കൊളംബിയയെ അറിയിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ വിമർശനങ്ങളൊന്നും എസ്കോബാർ കാര്യമാക്കിയില്ല. അവൻ തന്റെ കോട്ടയ്ക്കുള്ളിൽ അജയ്യനാണെന്ന് വിശ്വസിച്ചു. ആ അമിതമായ ആത്മവിശ്വാസം അവനെക്കൊണ്ടൊരു വലിയ തെറ്റു ചെയ്യിച്ചു. തന്റെ സാമ്രാജ്യത്തിനുള്ളിലെ ചില കണക്കുകൾ തീർക്കാൻ അവൻ ലാ കത്തീഡ്രലിനെ തന്നെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അവന്റെ 2 പ്രധാന ലെഫ്റ്റനന്റുമാരായിരുന്നു ഫെർണാൻഡോ ഗലിയാനോയും ജെറാർഡോ മൊൺകാഡയും. കാർട്ടലിന്റെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കിയിരുന്നവരിൽ പ്രമുഖരായിരുന്നു അവർ. എസ്കോബാർ ഒളിവിൽ കഴിഞ്ഞിരുന്ന സമയത്ത് കാർട്ടലിന്റെ വലിയൊരു തുക ഇവർ മോഷ്ടിച്ചുവെന്ന് എസ്കോബാർ സംശയിച്ചു. ലാ കത്തീഡ്രലിൽ വെച്ച് അവരെ വിചാരണ ചെയ്യാൻ അവൻ തീരുമാനിച്ചു. 1992 ജൂലൈയിൽ ഗലിയാനോയെയും മൊൻകാഡയെയും അവരുടെ കൂട്ടാളികളെയും എസ്കോബാർ ലാ കത്തീഡ്രലിലേക്ക് വിളിച്ചുവരുത്തി. അതൊരു സാധാരണ കൂടിക്കാഴ്ചയായിരിക്കുമെന്നാണ് അവർ കരുതിയത്. എന്നാൽ അവിടെ അവരെ കാത്തിരുന്നത് ഒരു ഭീകരമായ അന്ത്യമായിരുന്നു. പണത്തെച്ചൊല്ലിയുള്ള തർക്കം മൂർച്ഛിച്ചപ്പോൾ എസ്കോബാറിന്റെ ഉത്തരവ് പ്രകാരം അവന്റെ ആളുകൾ അവരെ അതിക്രൂരമായി കൊലപ്പെടുത്തി. വെടിവെച്ച് കൊല്ലുകയായിരുന്നില്ല, മണിക്കൂറുകളോളം അവരെ പീഡിപ്പിച്ചു. ഒടുവിൽ അവരുടെ മൃതദേഹങ്ങൾ വെട്ടിമുറിച്ച് കത്തിച്ച് ആരും കാണാതെ ജയിലിനു പുറത്തേക്ക് കടത്തി. അതൊരു കൊലപാതകമായിരുന്നില്ല, അതൊരു സന്ദേശമായിരുന്നു. തന്നോട് കളിച്ചാൽ അത് സ്വന്തം ആളുകളാണെങ്കിൽ പോലും ഇതായിരിക്കും ഫലം എന്ന സന്ദേശം. എന്നാൽ ഇത്തവണ എസ്കോബാറിന് തെറ്റി. സർക്കാർ കാവലുള്ള ഒരു ജയിലിനുള്ളിൽ വെച്ച് 4 പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയെന്ന വാർത്ത പുറത്തുവന്നതോടെ പ്രസിഡന്റ് ഗവീരിയയ്ക്ക് മുന്നിൽ മറ്റു വഴികളില്ലാതായി. ഇത് രാജ്യത്തിന് മൊത്തം അപമാനമായിരുന്നു. സർക്കാർ ഒരു കോമാളിയായി മാറുകയായിരുന്നു. ഇനിയും കണ്ണടച്ചാൽ തന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അവസാനിക്കുമെന്ന് ഗവീരിയയ്ക്ക് ഉറപ്പായി. അങ്ങനെ 13 മാസത്തെ ആ സുഖവാസത്തിന് അന്ത്യം കുറിക്കാൻ സർക്കാർ തീരുമാനിച്ചു. 1992 ജൂലൈ 22-ന് പ്രസിഡന്റ് ഗവീരിയ ഒരു ഉത്തരവിറക്കി. പാബ്ലോ എസ്കോബാറിനെയും അവന്റെ ആളുകളെയും
ലാ കത്തീഡ്രലിൽ നിന്ന് ബൊഗോട്ടയിലെ ഒരു യഥാർത്ഥ അതീവ സുരക്ഷയുള്ള സൈനിക ജയിലിലേക്ക് മാറ്റുക. ആ ഉത്തരവ് നടപ്പിലാക്കാനായി കൊളംബിയൻ സൈന്യത്തിന്റെ ഒരു എലൈറ്റ് യൂണിറ്റ് ലാ കത്തീഡ്രലിലേക്ക് നീങ്ങി. സർക്കാർ തന്നെ ചതിക്കുകയാണെന്ന് എസ്കോബാർ തിരിച്ചറിഞ്ഞു. അവൻ കീഴടങ്ങാൻ തയ്യാറായില്ല. സൈന്യം ജയിലിന്റെ പുറത്തെ വേലി കടന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ അകത്തുനിന്ന് വെടിവെപ്പുണ്ടായി. ബന്ദികളാക്കപ്പെട്ട 2 സർക്കാർ ഉദ്യോഗസ്ഥരെ മുൻനിർത്തി അവനൊരു കവചം തീർത്തു. മണിക്കൂറുകൾ നീണ്ട ഒരു സ്തംഭനാവസ്ഥ. അന്ന് രാത്രി കനത്ത മൂടൽമഞ്ഞും മഴയും മുതലെടുത്ത് പാബ്ലോ എസ്കോബാർ തന്റെ ജീവിതത്തിലെ ഏറ്റവും ധീരമായ ഒളിച്ചോട്ടത്തിന് തയ്യാറായി. ജയിലിന്റെ പിൻഭാഗത്തുള്ള സൈനികരുടെ ശ്രദ്ധയെത്താത്ത ഒരു മതിൽ അവൻ നേരത്തെ തന്നെ ദുർബലമായി പണിതിരുന്നു. ആ മതിൽ ചവിട്ടിപ്പൊളിച്ച് കൂരിരുട്ടിലൂടെ മലയിറങ്ങി അവൻ രക്ഷപ്പെട്ടു. അവനോടൊപ്പം അവന്റെ സഹോദരൻ റോബർട്ടോയും ഏതാനും വിശ്വസ്തരായ അംഗരക്ഷകരുമുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ലോകം ആ വാർത്ത കേട്ടുണർന്നു. പാബ്ലോ എസ്കോബാർ തന്റെ സ്വന്തം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. സർക്കാർ വീണ്ടും നാണം കെട്ടു. രാജ്യം വീണ്ടും ഭയത്തിന്റെ മുൾമുനയിലായി. എസ്കോബാർ വീണ്ടും സ്വതന്ത്രനായിരിക്കുന്നു. എന്നാൽ ഇത്തവണത്തെ അവസ്ഥ വ്യത്യസ്തമായിരുന്നു. അവന് പഴയ സാമ്രാജ്യമില്ലായിരുന്നു. അവനെ സഹായിക്കാൻ പഴയ പങ്കാളികളില്ലായിരുന്നു. അവനെ പിടികൂടാൻ മുൻപത്തേക്കാൾ ശക്തമായ ഒരു ശത്രുസംഘം കാത്തിരിപ്പുണ്ടായിരുന്നു. സെർച്ച് ബ്ലോക്ക് മാത്രമല്ല, അവനോട് പ്രതികാരം ചെയ്യാൻ ദാഹിക്കുന്ന ഒരു പുതിയ, കൂടുതൽ അപകടകാരിയായ ഒരു ശത്രു കൂടി രംഗപ്രവേശം ചെയ്യാനിരിക്കുകയായിരുന്നു. ആ ശത്രുക്കൾക്ക് ഒരൊറ്റ പേരേ ഉണ്ടായിരുന്നുള്ളൂ: ലോസ് പെപ്പസ്. ലാ കത്തീഡ്രലിന്റെ തകർന്ന മതിലിനപ്പുറമുള്ള ഇരുട്ടിലേക്ക് പാബ്ലോ എസ്കോബാർ ഇറങ്ങി ഓടുമ്പോൾ അവൻ കരുതിയത് താൻ വീണ്ടും സ്വാതന്ത്ര്യത്തിലേക്ക്, തന്റെ സാമ്രാജ്യത്തിന്റെ നിയന്ത്രണത്തിലേക്ക് മടങ്ങുകയാണെന്നാണ്. എന്നാൽ അവൻ ഓടിച്ചെന്നിറങ്ങിയത് താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര അപകടകരമായ ഒരു പുതിയ ലോകത്തിലേക്കായിരുന്നു. അവൻ ജയിലിലായിരുന്ന 13 മാസങ്ങൾക്കിടയിൽ കൊളംബിയയുടെ അധോലോക സമവാക്യങ്ങൾ അപ്പാടെ മാറിയിരുന്നു. അവന്റെ ശത്രുക്കൾ കൂടുതൽ ശക്തരായിരുന്നു. അവന്റെ മിത്രങ്ങൾ ദുർബലരായിരുന്നു. അവനെതിരെ പോരാടാൻ രാജ്യം മുൻപത്തേക്കാൾ ഉറച്ചതായിരുന്നു. അവന്റെ ഒളിച്ചോട്ടം പ്രസിഡന്റ് സീസർ ഗബീരിയയുടെ സർക്കാരിനേറ്റ കനത്ത പ്രഹരവും അപമാനവുമായിരുന്നു. ഈ നാണക്കേട് കഴുകിക്കളയാൻ ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ: പാബ്ലോ എസ്കോബാറിനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക. സെർച്ച് ബ്ലോക്ക് പുനഃസംഘടിപ്പിക്കപ്പെട്ടു. ഇത്തവണ അത് മുൻപത്തേക്കാൾ വലുതും ശക്തവുമായിരുന്നു. കേണൽ ഹ്യൂഗോ മാർട്ടിനസിന്റെ നേതൃത്വത്തിൽ ഏറ്റവും മികച്ച കമാൻഡോകളെയും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെയും അതിലുൾപ്പെടുത്തി. അമേരിക്കൻ സർക്കാർ എല്ലാവിധ പിന്തുണയും നൽകി. സിഗ്നലുകൾ ചോർത്താനുള്ള അത്യാധുനിക സാങ്കേതികവിദ്യ, ചാരവിമാനങ്ങൾ, സാമ്പത്തിക സഹായം, CIA DEA ഏജന്റുമാരുടെ നേരിട്ടുള്ള പങ്കാളിത്തം എന്നിവയെല്ലാം സെർച്ച് ബ്ലോക്കിന് കരുത്തേകി. പാബ്ലോ എസ്കോബാറിനെതിരെ കൊളംബിയൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ വേട്ടയ്ക്ക് അതോടെ തുടക്കമായി. എന്നാൽ എസ്കോബാറിന് നേരിടേണ്ടി വന്നത് നിയമത്തിന്റെ ഈ രൂപത്തെ മാത്രമായിരുന്നില്ല. അവനെതിരെ മറ്റൊരു, കൂടുതൽ നിഴലുള്ളതും ക്രൂരവുമായ ഒരു ശത്രു കൂടി രൂപം കൊള്ളുന്നുണ്ടായിരുന്നു. ആ ശത്രുക്കൾക്ക് നിയമത്തിന്റെ അതിർവരമ്പുകളില്ലായിരുന്നു. അവർക്ക് ദയയുടെ കണിക പോലുമില്ലായിരുന്നു. അവർ എസ്കോബാറിന്റെ അതേ നാണയത്തിൽ മറുപടി നൽകാൻ തയ്യാറായിരുന്നു. അവർ സ്വയം വിളിച്ചത് ലോസ് പെപ്പസ് എന്നായിരുന്നു. ലോസ് പെപ്പസ് എന്നത് പെർസെഗ്വിദോസ് പോർ പാബ്ലോ എസ്കോബാർ എന്നതിന്റെ ചുരുക്കപ്പേരായിരുന്നു. അഥവാ പാബ്ലോ എസ്കോബാറിനാൽ പീഡിപ്പിക്കപ്പെട്ടവർ. അതൊരൊറ്റ സംഘടനയായിരുന്നില്ല. അതു പല ശത്രുക്കളുടെ ഒരു അവിശുദ്ധ സഖ്യമായിരുന്നു. കാലി കാർട്ടൽ. മെഡേലിൻ കാർട്ടലിന്റെ പ്രധാന എതിരാളികളായിരുന്ന ഗിൽബർട്ടോ മിഗ്വൽ റോഡ്രിഗസ് ഒറേഹുവേല സഹോദരന്മാർ നയിച്ചിരുന്ന കാലി കാർട്ടൽ. എസ്കോബാറിന്റെ പതനം അവർക്ക് കൊക്കേൻ വ്യാപാരത്തിൽ ഒന്നാമതെത്താനുള്ള സുവർണാവസരമായിരുന്നു. എസ്കോബാറിനെ ഇല്ലാതാക്കാൻ അവർ ദശലക്ഷക്കണക്കിന് ഡോളർ ഒഴുകി. ലോസ് പെപ്പസിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ് അവരായിരുന്നു. വലതുപക്ഷ അർദ്ധസൈനിക വിഭാഗങ്ങൾ. കാർലോസ് കസ്റ്റാനോ, ഫിദൽ കസ്റ്റാനോ സഹോദരന്മാർ നയിച്ചിരുന്ന പാരാമിലിറ്ററി ഗ്രൂപ്പുകൾക്ക് എസ്കോബാറുമായി പഴയ കണക്കുകളുണ്ടായിരുന്നു. അവരുടെ പിതാവിനെ എസ്കോബാറിന്റെ ആളുകൾ കൊലപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം ഗിറില്ലുകൾക്കെതിരെ പോരാടിയിരുന്ന അവർക്ക് എസ്കോബാറിന്റെ ഭീകരവാഴ്ച തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് എതിരായിരുന്നു. അവരുടെ സൈനികമായ കരുത്തും ക്രൂരതയും ലോസ് പെപ്പസിന് വലിയ ശക്തി നൽകി. എസ്കോബാറിന്റെ മുൻ കൂട്ടാളികൾ. ഇതായിരുന്നു ലോസ് പെപ്പസിലെ ഏറ്റവും അപകടകാരിയായ വിഭാഗം. ലാ കത്തീഡ്രലിൽ വെച്ച് എസ്കോബാർ കൊലപ്പെടുത്തിയ ഫെർണാണ്ടോ ഗല്ലിയാനോയുടെയും ജെറാർഡോ മൊൺകാഡയുടെയും കുടുംബാംഗങ്ങളും വിശ്വസ്തരും ഇതിൽ ഉൾപ്പെട്ടിരുന്നു.
അവർക്ക് എസ്കോബാറിനോട് വ്യക്തിപരമായ പ്രതികാരമുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായി മെഡേലിൻ കാർട്ടലിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർക്ക് ഉള്ളിൽ നിന്നുള്ള അറിവുണ്ടായിരുന്നു. എസ്കോബാറിന്റെ ഒളിത്താവളങ്ങൾ, അവന്റെ ആളുകൾ, അവന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ എന്നിവയെക്കുറിച്ചെല്ലാം അവർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഈ 3 വിഭാഗവും ഒന്നിച്ചപ്പോൾ അതൊരു ഭീകരമായ കൊലയാളി സംഘമായി മാറി. അവർ എസ്കോബാറിന്റെ അതേ തന്ത്രങ്ങൾ അവനെതിരെ തന്നെ പ്രയോഗിച്ചു. അവർ പ്ലാത്ത ഓ പ്ലോമോ നടപ്പാക്കിയില്ല, അവർ പ്ലോമോ മാത്രം നടപ്പിലാക്കി. ലോസ് പെപ്പസിന്റെ യുദ്ധം ആരംഭിച്ചത് എസ്കോബാറിന്റെ സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കിക്കൊണ്ടായിരുന്നു. അവർ എസ്കോബാറിന്റെ അഭിഭാഷകരെയും അക്കൗണ്ടന്റുമാരെയും വേട്ടയാടി കൊലപ്പെടുത്തി. അതോടെ അവന്റെ നിയമപരവും സാമ്പത്തികവുമായ ശൃംഖലകൾ തകർന്നു. അവന്റെ ഉടമസ്ഥതയിലുള്ള ആഡംബര കാറുകളുടെ ശേഖരം അവർ ഒന്നൊന്നായി കത്തിച്ചു. അവന്റെ ഫാമുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും നേരെ ബോംബെറിഞ്ഞു. അവന്റെ അമ്മയുടെ വീട് പോലും അവർ ആക്രമിച്ചു. ഇതവനേറ്റ വ്യക്തിപരമായ പ്രഹരങ്ങളായിരുന്നു. അവനുവേണ്ടി പ്രവർത്തിക്കുന്ന സിക്കാരിയോസിനെയും വിവരങ്ങൾ നൽകുന്നവരെയും മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നവരെയും അവർ കണ്ടെത്തി നിർദ്ദയം കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിൽ അവർ ലോസ് പെപ്പസ് എന്നെഴുതിയ കുറിപ്പുകൾ വെച്ചു. മെഡേലിനിലെ തെരുവുകളിൽ എസ്കോബാറിന്റെ ആളുകളുടെ മൃതദേഹങ്ങൾ ദിനംപ്രതി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഈ ആക്രമണങ്ങൾ എസ്കോബാറിനെ ഞെട്ടിച്ചു. അവൻ 2 മുന്നണികളിൽ ഒരേ സമയം യുദ്ധം ചെയ്യേണ്ട അവസ്ഥയിലായി. ഒരു വശത്ത് നിയമത്തിന്റെ എല്ലാ പിൻബലത്തോടും കൂടി സെർച്ച് ബ്ലോക്ക്, മറുവശത്ത് നിയമത്തെ പുല്ലുവില കൽപ്പിക്കാത്ത ലോസ് പെപ്പേഴ്സ്. പലപ്പോഴും ഈ 2 ശക്തികളും തമ്മിൽ ഒരു രഹസ്യധാരണയുണ്ടായിരുന്നു. ലോസ് പെപ്പേഴ്സ് നൽകുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് സെർച്ച് ബ്ലോക്ക് റെയ്ഡുകൾ നടത്തി. സെർച്ച് ബ്ലോക്ക് ഒരു ഓപ്പറേഷൻ നടത്തുമ്പോൾ ലോസ് പെപ്പേഴ്സിന്റെ പ്രവർത്തനങ്ങൾക്ക് നേരെ അവർ സൗകര്യപൂർവ്വം കണ്ണടച്ചു. എസ്കോബാറിനെ ഇല്ലാതാക്കുക എന്ന പൊതുലക്ഷ്യം അവരെ ഒരുമിപ്പിച്ചു. തന്റെ സാമ്രാജ്യം കൺമുന്നിൽ തകർന്നടിയുന്നത് കണ്ട് എസ്കോബാർ നിസ്സഹായനായി. പ്രതികരിക്കാതിരിക്കാൻ അവന് കഴിയില്ലായിരുന്നു. തന്റെ പഴയ ആയുധം അവൻ വീണ്ടും പുറത്തെടുത്തു: കാർ ബോംബുകൾ. 1993ന്റെ തുടക്കത്തിൽ ബൊഗോട്ടയിലെ ഒരു തിരക്കേറിയ ഷോപ്പിംഗ് സ്ട്രീറ്റിൽ അവനൊരു വലിയ കാർ ബോംബ് സ്ഫോടനം നടത്തി. കുട്ടികളടക്കം നിരവധി നിരപരാധികൾ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. എന്നാൽ ഇത്തവണ അത് വിപരീത ഫലമാണുണ്ടാക്കിയത്. ജനങ്ങളുടെ സഹതാപം നേടുന്നതിനു പകരം അത് അവനെതിരെ പൊതുവികാരം ആളിക്കത്തിച്ചു. അവശേഷിച്ചിരുന്ന റോബിൻഹുഡ് പ്രതിച്ഛായയും അതോടെ പൂർണ്ണമായി ഇല്ലാതായി. അവന്റെ ക്രൂരതയിൽ മനം മടുത്ത ജനങ്ങൾ ലോസ് പെപ്പസിന്റെ അരുങ്കൊലകളെപ്പോലും ന്യായീകരിക്കാൻ തുടങ്ങി. ലോസ് പെപ്പസിന്റെ ആക്രമണം എസ്കോബാറിന്റെ സംഘടനയെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നു. അവന്റെ ആളുകൾക്ക് ജീവഭയം തുടങ്ങി. അവനോടൊപ്പം നിൽക്കുന്നത് ഒരു മരണവാറണ്ടാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. പലരും അവനെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. മറ്റു ചിലർ ലോസ് പെപ്പസിനോടോ സർക്കാരിനോടോ രഹസ്യമായി വിവരങ്ങൾ കൈമാറാൻ തുടങ്ങി. അവന്റെ വിശ്വസ്തരുടെ വലയം ഓരോ ദിവസവും ചെറുതായി വന്നു. ഇതോടെ എസ്കോബാറിന്റെ ഒളിവ് ജീവിതം കൂടുതൽ ദുരിതപൂർണമായി. അവന് ഒരു സ്ഥലത്തും സ്ഥിരമായി തങ്ങാൻ കഴിയുമായിരുന്നില്ല. മെഡെയ്ലിനിലെ സാധാരണക്കാരുടെ വീടുകളിൽ യാതൊരു ആഡംബരങ്ങളുമില്ലാതെ എപ്പോഴും പിടിക്കപ്പെടുമെന്ന ഭയത്തിൽ കഴിയേണ്ടി വന്നു. പണത്തിന് ഒരു കുറവുമുണ്ടായിരുന്നില്ല. ബില്യൺ കണക്കിന് ഡോളർ പലയിടത്തായി കുഴിച്ചിട്ടിരുന്നു. പക്ഷേ ആ പണം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ. പുറത്തിറങ്ങിയാൽ ഒന്നുകിൽ സെർച്ച് ബ്ലോക്കിന്റെ വെടിയുണ്ട, അല്ലെങ്കിൽ ലോസ് പെപ്പസിന്റെ കൊലക്കത്തി. അവനൊരു എലിയെപ്പോലെ ഒലിക്കേണ്ടി വന്നു. ഈ കടുത്ത സമ്മർദ്ദം അവനെ മാനസികമായി തളർത്തി. അവൻ കൂടുതൽ സംശയാലുവായി. ഏറ്റവും അടുത്തവരെപ്പോലും അവൻ വിശ്വസിച്ചില്ല. ഫോണിലൂടെ സംസാരിക്കാൻ അവൻ ഭയപ്പെട്ടു. കാരണം അമേരിക്കൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച സെർച്ച് ബ്ലോക്ക് തന്റെ സംഭാഷണങ്ങൾ ചോർത്തുന്നുണ്ടെന്ന അവൻ അറിയാമായിരുന്നു. എന്നിട്ടും ഒരൊറ്റ കാര്യത്തിൽ അവൻ നിയന്ത്രണം വിട്ടു: തന്റെ കുടുംബവുമായുള്ള സംഭാഷണങ്ങൾ. തന്റെ ഭാര്യ മറിയ വിക്ടോറിയയെയും മക്കളായ ജുവാൻ പാബ്ലോയെയും മനുവേലയെയും അവൻ ജീവനതുല്യം സ്നേഹിച്ചു. അവരെ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ അവൻ ശ്രമിച്ചെങ്കിലും ഒരു രാജ്യവും അവർക്ക് അഭയം നൽകാൻ തയ്യാറായില്ല. ഒടുവിൽ കൊളംബിയൻ സർക്കാർ അവരെ ബൊഗോട്ടയിലെ ഒരു ഹോട്ടലിൽ വീട്ടുതടങ്കലിലാക്കി. ഇത് എസ്കോബാറിനെ തകർത്തു. തന്റെ കുടുംബവുമായി സംസാരിക്കാനുള്ള അവന്റെ അടങ്ങാത്ത ആഗ്രഹമാണ് ഒടുവിൽ അവന്റെ അന്ത്യം കുറിച്ചത്. ഓരോ ഫോൺ വിളിയും സെർച്ച് ബ്ലോക്കിന് അവനിലേക്കെത്താനുള്ള ഓരോ ചുവടുവെപ്പായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്നു സാമ്രാജ്യത്തിന്റെ അധിപൻ ഇപ്പോൾ തന്റെ കുടുംബത്തിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി മാത്രം സ്വന്തം ജീവൻ പണയം വെക്കുകയായിരുന്നു. അവന്റെ സമയം എണ്ണപ്പെട്ടു കഴിഞ്ഞിരുന്നു.
വേട്ട അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. ഡിസംബറിലെ തണുപ്പുള്ള ആ ദിവസങ്ങളിൽ മെഡേലിനിലെ സാധാരണ വീടുകളിലൊന്നിലെ ഇടുങ്ങിയ മുറിയിൽ ഒളിച്ചിരിക്കുമ്പോൾ പാബ്ലോ എസ്കോബാർ ഒരു രാജാവായിരുന്നില്ല. തന്റെ സാമ്രാജ്യത്തിന്റെ ചാരക്കൂമ്പാരത്തിലിരുന്ന് സ്വന്തം ഓർമ്മകളുടെ തടവുകാരനായി മാറിയ ഒരു പരാജിതനായിരുന്നു അവൻ. പുറത്ത് അവനുവേണ്ടിയുള്ള വേട്ട അതിന്റെ പാരമ്യത്തിലെത്തിയിരുന്നു. സെർച്ച് ബ്ലോക്കിന്റെ ബൂട്ടുകളുടെ ശബ്ദം ഓരോ വാഹനമിരമ്പുമ്പോഴും അവൻ ഭയപ്പാടോടെ കേട്ടു. ലോസ് പെപ്പസിന്റെ ക്രൂരതയുടെ കഥകൾ അവന്റെ അവസാനത്തെ വിശ്വസ്തരെയും അവനിൽ നിന്നകറ്റി. അവനൊപ്പം ആകെയുണ്ടായിരുന്നത് അവന്റെ വിശ്വസ്തനായ അംഗരക്ഷകൻ അൽവാരോ ഡി ജീസസ് അഗുഡേലോ അഥവാ എൽ ലിമോൺ മാത്രമായിരുന്നു. അവന്റെ ശാരീരികമായ തടവറയേക്കാൾ ഭീകരമായിരുന്നു മാനസികമായ തടവറ. അവന്റെ ചിന്തകൾ മുഴുവൻ ബൊഗോട്ടയിലെ ഒരു ആഡംബര ഹോട്ടലിൽ സർക്കാർ കാവലിൽ കഴിഞ്ഞിരുന്ന അവന്റെ കുടുംബത്തെക്കുറിച്ചായിരുന്നു. ഭാര്യ മരിയ വിക്ടോറിയ, മകൻ ജുവാൻ പാബ്ലോ, മകൾ മനുവേല. അവരായിരുന്നു അവന്റെ ലോകം. അവരായിരുന്നു അവന്റെ ഏറ്റവും വലിയ ശക്തിയും ഇപ്പോൾ അവന്റെ ഏറ്റവും വലിയ ബലഹീനതയും. സർക്കാർ അവരെ ഒരു കെണിയായി ഉപയോഗിക്കുകയായിരുന്നു. അവർക്ക് രാജ്യം വിടാൻ അനുവാദമില്ലായിരുന്നു. അവരുമായി സംസാരിക്കാനുള്ള എസ്കോബാറിന്റെ അടങ്ങാത്ത ആഗ്രഹം അവനിലേക്കെത്താനുള്ള ഒരു മാർഗമായി സെർച്ച് ബ്ലോക്ക് കണ്ടു. ഈ അപകടം എസ്കോബാറിന് നന്നായി അറിയാമായിരുന്നു. വർഷങ്ങളോളം നിയമപാലകരുടെ കണ്ണുവെട്ടിച്ച് നടന്ന ഒരു കുറ്റവാളിയുടെ സഹജമായ ജാഗ്രത അവനിലുണ്ടായിരുന്നു. ഫോൺ കോളുകൾ മരണത്തിലേക്കുള്ള ക്ഷണമാണെന്ന് അവൻ പലതവണ തന്റെ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സ്വന്തം നിയമം ലംഘിക്കാൻ അവൻ നിർബന്ധിതനായി. പിതാവ് എന്ന നിലയിലുള്ള അവന്റെ സ്നേഹം ഒരു പിടികിട്ടാപ്പുള്ളി എന്ന നിലയിലുള്ള അവന്റെ ജാഗ്രതയെ കീഴടക്കി. സെർച്ച് ബ്ലോക്ക് കാത്തിരുന്നതും അതുതന്നെയായിരുന്നു. കേണൽ ഹ്യൂഗോ മാർട്ടിനസിന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ അവർ മെഡേലിനിലെ ഓരോ ഫോൺ കോളുകളും അരിച്ചുപെറുക്കി. നഗരത്തിന് മുകളിൽ അമേരിക്കൻ സൈന്യം നൽകിയ ഒരു ചാരവിമാനം വട്ടമിട്ടു പറക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ജോലി എസ്കോബാറിന്റെ റേഡിയോ ഫോണിൽ നിന്നുള്ള സിഗ്നലുകൾ പിടിച്ചെടുക്കുക എന്നതായിരുന്നു. ആ സിഗ്നൽ ലഭിച്ചാൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുള്ള വാനുകളിലെ ആന്റിനകൾ ഉപയോഗിച്ച് ട്രയാങ്കുലേഷൻ എന്ന സാങ്കേതികവിദ്യയിലൂടെ ആ കോളിന്റെ ഉറവിടം കൃത്യമായി കണ്ടെത്താൻ അവർക്ക് കഴിയുമായിരുന്നു. 1993 ഡിസംബർ 1 അതായിരുന്നു പാബ്ലോ എസ്കോബാറിന്റെ 44ാം ജന്മദിനം. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ധൂർത്തിന്റെ പര്യായമായിരുന്നു അവന്റെ ജന്മദിനാഘോഷങ്ങൾ. ഹസിയേൻഡ നാപ്പോൾസിൽ നടന്ന പാർട്ടികളിൽ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും അതിഥികളെത്തി. പണം നോട്ടുകളായി തന്നെ ആകാശത്തു വിതറി. എന്നാൽ ഈ ജന്മദിനത്തിൽ അവനൊറ്റയ്ക്കായിരുന്നു. ഒരു കഷ്ണം കേക്കും ഒരു കുപ്പി വീഞ്ഞും ഒപ്പം എൽ ലിമോണും മാത്രം. ആ രാത്രിയിൽ അവൻ തന്റെ മകൻ ജുവാൻ പാബ്ലോയെ വിളിച്ചു. അതൊരു ഹ്രസ്വമായ സംഭാഷണമായിരുന്നു. ശബ്ദത്തിൽ നിരാശയും ക്ഷീണവും നിഴലിച്ചിരുന്നു. അതവന്റെ അവസാനത്തെ ജന്മദിനമായിരുന്നു. പിറ്റേന്ന് ഡിസംബർ 2 മെഡേലിനിലെ ലോസ് ഒലിവാസ് എന്ന മധ്യവർഗ കുടിയിരിപ്പ് ഏരിയയിലെ ഒരു 2ാം നില വീട്ടിലായിരുന്നു എസ്കോബാറിന്റെ ഒളിത്താവളം. അതൊരു സാധാരണ വീടായിരുന്നു. ആരും സംശയിക്കാത്ത ഒന്ന്. അന്ന് ഉച്ചയ്ക്ക് ശേഷം അവൻ വീണ്ടും തന്റെ മകനെ വിളിച്ചു. ജുവാൻ പാബ്ലോ അപ്പോൾ ഒരു റേഡിയോ ജേർണലിസ്റ്റിനോട് സംസാരിച്ച് തങ്ങളുടെ കുടുംബം നേരിടുന്ന അവസ്ഥയെക്കുറിച്ച് ലോകത്തോട് പറയാൻ ശ്രമിക്കുകയായിരുന്നു. മകന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കാകുലനായ എസ്കോബാർ അവനെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. അവരോട് സംസാരിക്കുന്നത് നിർത്തു മകനെ, അത് അപകടമാണ്, അവൻ അപേക്ഷിച്ചു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആ സംഭാഷണം നീണ്ടുപോയി. 1 മിനിറ്റ്, 2, 3. മുൻപൊരിക്കലും എസ്കോബാർ ഇത്രയും നേരം ഒരു ഫോണിൽ സംസാരിച്ചിരുന്നില്ല. പക്ഷേ അന്ന് ആ നിമിഷത്തിൽ അവനത് മറന്നു. ഒരു പിതാവിന്റെ ആകുലതകൾ അവന്റെ എല്ലാ മുൻകരുതലുകളെയും കാറ്റിൽ പറത്തി. നഗരത്തിന് മുകളിലെ ചാരവിമാനത്തിലെ ഓപ്പറേറ്റർമാർ ആഹ്ലാദത്താൽ അലറി. സിഗ്നൽ വ്യക്തമാണ്. താഴെ കേണൽ മാർട്ടിനേസിന്റെ സംഘം പ്രവർത്തന സജ്ജമായി. ട്രയാങ്കുലേഷൻ ഉപകരണങ്ങൾ ആ സിഗ്നലിന്റെ ഉറവിടം കൃത്യമായി കാണിച്ചുകൊടുത്തു. ലോസ് ഒലിവാസ്, സ്ട്രീറ്റ് 79A, വീട് നമ്പർ 45D94. 5 മിനിറ്റിലധികം നീണ്ടുനിന്ന ആ സംഭാഷണം എസ്കോബാർ അവസാനിപ്പിച്ചു ഫോൺ വെച്ചപ്പോഴേക്കും സെർച്ച് ബ്ലോക്കിന്റെ കമാൻഡോകൾ ആ വീട് വളഞ്ഞുകഴിഞ്ഞിരുന്നു. അവർക്ക് സംശയമൊന്നുമില്ലായിരുന്നു. ഇത്തവണ ലക്ഷ്യം പിഴക്കില്ല. ഒരു ചെറിയ സംഘം കമാൻഡോകൾ ആ വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തേക്കിരച്ചുകയറി. മുകൾ നിലയിലായിരുന്ന എസ്കോബാറും എൽ ലിമോണും ആ ശബ്ദം കേട്ടു. അവർ കുടുങ്ങിയിരിക്കുന്നു. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയ എസ്കോബാർ
തെരുവ് മുഴുവൻ പോലീസുകാരാണെന്ന് കണ്ടു. നമുക്ക് പോകാം ലിമോൺ, അവർ നമ്മളെ കണ്ടെത്തി, അവൻ അലറി. അവർക്ക് മുന്നിൽ ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, കിടപ്പുമുറിയിലെ ജനലിലൂടെ തൊട്ടടുത്ത വീടിന്റെ ഓടുവേഞ്ഞ മേൽക്കൂരയിലേക്ക് ചാടുക. ആദ്യം ലിമോൺ പുറത്തേക്ക് ചാടി. തൊട്ടുപിന്നാലെ തടിച്ച ശരീരവും നഗ്നമായ പാദങ്ങളുമായി കയ്യിലൊരു പിസ്റ്റളുമായി പാബ്ലോ എസ്കോബാർ മേൽക്കൂരയിലേക്ക് ചാടി. അതൊരു രാജാവിന്റെ പലായനമായിരുന്നില്ല, ജീവനു വേണ്ടി ഓടുന്ന ഒരു സാധാരണ കുറ്റവാളിയുടെ അവസാനത്തെ വെക്ത്രാളമായിരുന്നു അത്. അവർ ഓടുകൾ ചവിട്ടി മുന്നോട്ടു കുതിക്കുമ്പോൾ താഴെ തെരുവിലും സമീപത്തെ കെട്ടിടങ്ങളിലും നിലയുറപ്പിച്ചിരുന്ന സെർച്ച് ബ്ലോക്ക് കമാൻഡോകൾ അവർക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങി. വെടിയുണ്ടകൾ ഓടുകൾ തകർത്ത് ചീറിപ്പാഞ്ഞു. ലിമോൺ ആദ്യം വെടിയേറ്റു വീണു. തൊട്ടുപിന്നാലെ പാബ്ലോ എസ്കോബാറിന്റെ കാലിലും തോളിലും വെടിയുണ്ടകൾ തുളച്ചുകയറി. അവൻ മേൽക്കൂരയിൽ മുഖമടിച്ചു വീണു. അപ്പോഴും അവൻ മരിച്ചിരുന്നില്ല. നിലത്ത് കിടന്ന് അവൻ തിരിഞ്ഞു വെടിവെക്കാൻ ശ്രമിച്ചു. ആ നിമിഷം നിർണായകമായ ആ വെടിയുണ്ട അവന്റെ തലയിൽ തുളച്ചുകയറി. ചെവിക്ക് തൊട്ടു താഴെക്കൂടി കയറി മറുചെവിയിലൂടെ പുറത്തുപോയ ആ വെടിയുണ്ടയോടെ പാബ്ലോ എമീലിയോ എസ്കോബാർ ഗാവിരിയ എന്ന യുഗം അവസാനിച്ചു. അവന്റെ മരണത്തെക്കുറിച്ച് 3 വാദങ്ങൾ പിന്നീട് ഉയർന്നുവന്നു. ഔദ്യോഗിക ഭാഷ്യം: സെർച്ച് ബ്ലോക്ക് കമാൻഡോകളാണ് എസ്കോബാറിനെ വെടിവെച്ചു കൊന്നത്. കേണൽ മാർട്ടിനേസിന്റെ നേതൃത്വത്തിൽ നടന്ന വിജയകരമായ ഒരു ഓപ്പറേഷനായിരുന്നു അത്. കുടുംബത്തിന്റെ വാദം: എസ്കോബാർ ആത്മഹത്യ ചെയ്തതാണ്. കൊളംബിയയുടെ ഒരു ശവക്കുഴിയാണ് അമേരിക്കയിലെ ഒരു ജയിലിനേക്കാൾ നല്ലത് എന്ന് എപ്പോഴും പറഞ്ഞിരുന്ന അവൻ ജീവനോടെ പിടികൊടുക്കില്ലെന്ന് ശപഥം ചെയ്തിരുന്നു. ചെവിക്കു പിന്നിൽ വെടിയുതിർത്ത് മരിക്കുമെന്നായിരുന്നു അവന്റെ രീതി. ആ നിർണായക വെടിയുണ്ട ഒരു പോലീസുകാരൻ്റേതല്ല, അവന്റേത് തന്നെയായിരുന്നുവെന്ന് മകൻ ജുവാൻ പാബ്ലോ വിശ്വസിക്കുന്നു. ലോസ് പെപ്പസിന്റെ വാദം: തങ്ങളാണ് എസ്കോബാറിനെ കണ്ടെത്തി കൊലപ്പെടുത്തിയതെന്ന് കാർലോസ് കസ്റ്റാനോയെപ്പോലുള്ളവർ പിന്നീട് അവകാശപ്പെട്ടു. സെർച്ച് ബ്ലോക്ക് എത്തുമ്പോഴേക്കും തങ്ങൾ ദൗത്യം പൂർത്തിയാക്കിയിരുന്നു എന്നാണ് അവരുടെ വാദം. കാരണം എന്തുതന്നെയായാലും ഫലം ഒന്നായിരുന്നു. 1993 ഡിസംബർ 2 തന്റെ 44-ാം ജന്മദിനം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം മെഡേലിനിലെ ഒരു സാധാരണ വീടിന്റെ മേൽക്കൂരയിൽ രക്തത്തിൽ കുളിച്ച് ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ മയക്കുമരുന്ന് രാജാവ് മരിച്ചുകിടന്നു. സെർച്ച് ബ്ലോക്കിലെ കമാൻഡോകൾ ആഹ്ലാദത്താൽ ആർപ്പു വിളിച്ചു. അവർ അവന്റെ മൃതദേഹത്തിന് ചുറ്റും നിന്ന് ഫോട്ടോകളെടുത്തു. വയറൊഴുകി രക്തം പുരണ്ട ആ ശരീരം ഒരു ട്രോഫി പോലെ അവർ പ്രദർശിപ്പിച്ചു. ആ ചിത്രം ലോകമെമ്പാടുമുള്ള പത്രങ്ങളുടെ 1-ാം പേജിൽ അച്ചടിച്ചു വന്നു. വാർത്ത പരന്നതോടെ കൊളംബിയയിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണുണ്ടായത്. അവന്റെ ഭീകരതയുടെ ഇരകളായ ആയിരക്കണക്കിന് ആളുകളും സർക്കാരും ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു. രാജ്യത്തെ കാർന്നു തിന്നുകൊണ്ടിരുന്ന ഒരു അർബുദം ഇല്ലാതായതായി അവർ ആഘോഷിച്ചു. എന്നാൽ മെഡേലിനിലെ ചേരികളിൽ അവൻ വീടുകൾ വെച്ചുകൊടുത്ത പണം നൽകി സഹായിച്ച ആയിരക്കണക്കിനു പാവപ്പെട്ടവർ ദുഃഖിച്ചു. അവരുടെ റോബിൻഹുഡ്, അവരുടെ എൽ പാട്രോൺ നഷ്ടപ്പെട്ടതിൽ അവർ കണ്ണീരൊഴുക്കി. അവന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ 25,000-ത്തിലധികം ആളുകളാണ് തടിച്ചുകൂടിയത്. ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിച്ചിരിക്കാം, പക്ഷേ അവൻ തുറന്നുവിട്ട ഭൂതം കൊളംബിയയെ ഇനിയും ഒരുപാട് കാലം വേട്ടയാടാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പാബ്ലോ എസ്കോബാറിന്റെ മരണം ഒരു യുദ്ധത്തിന്റെ അവസാനമായിരുന്നില്ല, മറിച്ച് പല പുതിയ യുദ്ധങ്ങളുടെ തുടക്കം കുറിക്കുകയായിരുന്നു. അവന്റെ സാമ്രാജ്യത്തിന്റെ ശൂന്യത നികത്താൻ പുതിയ രാജാക്കന്മാർ ഉയർന്നുവരാൻ തയ്യാറെടുക്കുകയായിരുന്നു. മെഡെയിലിനിലെ ആ മേൽക്കൂരയിൽ മുഴങ്ങിയ വെടിയൊച്ചകൾ പാബ്ലോ എസ്കോബാർ എന്ന മനുഷ്യന്റെ ജീവിതത്തിന് തിരശ്ശീലയിട്ടപ്പോൾ കൊളംബിയ എന്ന രാജ്യം ഒരു ദീർഘനിശ്വാസം വിട്ടു. വർഷങ്ങളായി തങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരുന്ന, തങ്ങളുടെ തെരുവുകളെ രക്തക്കളങ്ങളാക്കിയ, തങ്ങളുടെ ഭരണകൂടത്തെ മുട്ടുകുത്തിച്ച ആ ഭീകരൻ ഒടുവിൽ ഇല്ലാതായിരിക്കുന്നു. ആ നിമിഷം പലരും കരുതിയത് യുദ്ധം അവസാനിച്ചു എന്നായിരുന്നു. എന്നാൽ അത് യുദ്ധത്തിന്റെ അവസാനമായിരുന്നില്ല, അതൊരു അധ്യായത്തിന്റെ അവസാനം മാത്രമായിരുന്നു. എസ്കോബാർ അവശേഷിപ്പിച്ചുപോയ അധികാരത്തിന്റെ ശൂന്യത മുൻപത്തേക്കാൾ സങ്കീർണവും അപകടകരവുമായ പുതിയ ശക്തികളെ ക്ഷണിച്ചുവരുത്തുകയായിരുന്നു. അവൻ മരിച്ചുവീണ മണ്ണിൽ നിന്ന് വിഷച്ചെടികളുടെ ഒരു പുതിയ തലമുറ മുളപൊട്ടാൻ തയ്യാറെടുക്കുകയായിരുന്നു. എസ്കോബാറിന്റെ മരണത്തിന്റെ ആദ്യത്തെയും ഏറ്റവും വ്യക്തമായതുമായ ഗുണഭോക്താക്കൾ അവന്റെ ബദ്ധവൈരികളായ കാലി കാർട്ടലായിരുന്നു. ഗിൽബർട്ടോ, മിഗുവേൽ റോഡ്രിഗസ് ഒറേഹുയേല എന്ന സഹോദരന്മാരുടെ നേതൃത്വത്തിൽ കാലി കാർട്ടൽ അതുവരെ മെഡേലിൻ കാർട്ടലിന്റെ നിഴലിലായിരുന്നു. എസ്കോബാർ ഭീകരതയുടെയും
പരസ്യമായ അക്രമത്തിന്റെയും പാത തിരഞ്ഞെടുത്തപ്പോൾ കാലി കാർട്ടൽ കൂടുതൽ സൂക്ഷ്മവും തന്ത്രപരവുമായ ഒരു ശൈലിയാണ് സ്വീകരിച്ചത്. അവരെ ലോസ് കാബയേറോസ് ഡി കാലി എന്ന് വിളിച്ചിരുന്നു. അവർ കൈക്കൂലി നൽകി രാഷ്ട്രീയക്കാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും തങ്ങളുടെ ശമ്പള പട്ടികയിലാക്കി. അവർ തങ്ങളുടെ മയക്കുമരുന്ന് പണം നിയമപരമായ ബിസിനസ്സുകളിൽ നിക്ഷേപിച്ച് ഒരു കോർപ്പറേറ്റ് മുഖം മൂടിയണിഞ്ഞു. എസ്കോബാർ ഒരു ഭീകരവാദിയായി സ്വയം പ്രഖ്യാപിച്ചപ്പോൾ അവർ ബിസിനസ്സുകാരായി തുടർന്നു. എസ്കോബാറിന്റെ മരണത്തോടെ ആഗോള കൊക്കെയ്ൻ വിപണിയിൽ അവർക്ക് എതിരാളികളില്ലാതായി. മെഡലിൻ കാർട്ടലിന്റെ വിതരണ ശൃംഖലകളും കടത്തുവഴികളും വിപണികളും അവർ അതിവേഗം പിടിച്ചെടുത്തു. ഒരു ഘട്ടത്തിൽ അമേരിക്കയിലേക്ക് കടത്തുന്ന കൊക്കെയ്നിന്റെ 80 മുതൽ 90% വരെ കാലി കാർട്ടലിന്റെ നിയന്ത്രണത്തിലായി. അവർ എസ്കോബാറിനേക്കാൾ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു. എന്നാൽ അവരും എസ്കോബാറിന്റെ തെറ്റുകൾ ആവർത്തിച്ചു. അധികാരം അവരെയും അഹങ്കാരികളാക്കി. 1995-ൽ പ്രസിഡന്റ് എർണസ്റ്റോ സാംബറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കാലി കാർട്ടൽ പണം നൽകിയെന്ന പ്രൊസെസോ 8000 എന്നറിയപ്പെട്ട വിവാദം കൊളംബിയൻ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കി. അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദത്തിന്റെ ഫലമായി കൊളംബിയൻ സർക്കാർ കാലി കാർട്ടലിനെതിരെ തിരിഞ്ഞു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ റോഡ്രിഗസ് ഒറേഹുവേല സഹോദരന്മാരടക്കം കാലി കാർട്ടലിലെ എല്ലാ പ്രധാന നേതാക്കളും അറസ്റ്റ് ചെയ്യപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു. അതേസമയം എസ്കോബാറിനെ വേട്ടയാടാൻ രൂപം കൊണ്ട ലോസ് പെപ്പസ് എന്ന അവിശുദ്ധ സഖ്യം ഒരു പുതിയ കൂടുതൽ അപകടകരമായ ശക്തിയായി രൂപാന്തരപ്പെട്ടു. എസ്കോബാറിന്റെ മരണത്തോടെ അവരുടെ പൊതുശത്രുവില്ലാതായി. എന്നാൽ അവർ നേടിയെടുത്ത അധികാരവും ആയുധങ്ങളും പണവും ഉപേക്ഷിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. കാർലോസ് കസ്റ്റാനോയെപ്പോലുള്ള പാരാമിലിറ്ററി നേതാക്കൾ എസ്കോബാറിന്റെ പഴയ സാമ്രാജ്യത്തിന്റെ പല ഭാഗങ്ങളും കൈവശപ്പെടുത്തി. അവർ ഇടതുപക്ഷ ഗറില്ലകൾക്കെതിരെയുള്ള യുദ്ധം എന്ന പേരിൽ തങ്ങളുടെ മയക്കുമരുന്ന് വ്യാപാരവും മറ്റു ക്രിമിനൽ പ്രവർത്തനങ്ങളും വിപുലീകരിച്ചു. ഓട്ടോ ഡിഫെൻസാസ് യൂണിഡാസ് ഡി കൊളംബിയ എന്ന പേരിൽ അവരൊരു വലിയ അർദ്ധസൈനിക സംഘടനയായി മാറി. ഗ്രാമങ്ങളിൽ അവർ കൂട്ടക്കൊലകൾ നടത്തി, കർഷകരെ അവരുടെ ഭൂമിയിൽ നിന്ന് ആട്ടിയോടിച്ചു, രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദരാക്കി. ഒരു തരത്തിൽ എസ്കോബാറിന്റെ ഭീകരതയേക്കാൾ ആസൂത്രിതവും പ്രത്യയശാസ്ത്രപരവുമായ ഒരു പുതിയ ഭീകരതയായിരുന്നു അത്. എസ്കോബാർ എന്ന ഒറ്റ വ്യക്തിയെ ഇല്ലാതാക്കിയപ്പോൾ ആയിരക്കണക്കിന് തലകളുള്ള ഒരു പുതിയ രാക്ഷസനാണ് പകരം വന്നത്. എസ്കോബാറിന്റെയും പിന്നീട് കാലി കാർട്ടലിന്റെയും പതനം കൊളംബിയയിലെ മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ ഘടനയെ തന്നെ മാറ്റിമറിച്ചു. മുൻപ് മെഡേലിൻ, കാലി എന്നിങ്ങനെ 2 വലിയ ശക്തികേന്ദ്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ സ്ഥാനത്ത് 100 കണക്കിന് ചെറിയ സ്വതന്ത്രമായ കാർട്ടലിറ്റോസ് രൂപം കൊണ്ടു. ഇവയെ നിയന്ത്രിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായിരുന്നു. അവർക്കൊരു വ്യക്തമായ നേതാവോ ഘടനയോ ഉണ്ടായിരുന്നില്ല. ഈ വികേന്ദ്രീകൃത സ്വഭാവം മയക്കുമരുന്നിനെതിരെയുള്ള യുദ്ധം കൂടുതൽ സങ്കീർണമാക്കി. ഒരു തല വെട്ടുമ്പോൾ 10 തല മുളയ്ക്കുന്ന അവസ്ഥ. ഈ രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങൾക്കിടയിൽ പാബ്ലോ എസ്കോബാറിന്റെ കുടുംബത്തിന്റെ ജീവിതം ഒരു ദുരന്ത നാടകമായി തുടർന്നു. അവന്റെ മരണം ശേഷം ഭാര്യ മരിയ വിക്ടോറിയയും മക്കളായ ജുവാൻ പാബ്ലോയും മനുവേലയും കൊളംബിയയിൽ ഒറ്റപ്പെട്ടു. എസ്കോബാറിന്റെ ശത്രുക്കൾ, പ്രത്യേകിച്ച് കാലി കാർട്ടൽ, അവന്റെ കുടുംബത്തെ വേട്ടയാടാൻ തുടങ്ങി. അവന്റെ മരണത്തിന് പകരമായി അവന്റെ സാമ്രാജ്യത്തിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ അവർ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടു. ജീവൻ രക്ഷിക്കാൻ മരിയ വിക്ടോറിയയ്ക്ക് തന്റെ ഭർത്താവിന്റെ സ്വത്തുക്കൾ ഒന്നൊന്നായി അവർക്ക് എഴുതി കൊടുക്കേണ്ടി വന്നു. അതിനുശേഷം അവർ ഒരു അഭയാർത്ഥി ജീവിതം ആരംഭിച്ചു. ഒരു രാജ്യവും അവർക്ക് അഭയം നൽകാൻ തയ്യാറായില്ല. ഒടുവിൽ വ്യാജ പേരുകളിൽ സാധാരണക്കാരായി അവർ അർജന്റീനയിലെത്തി. ജുവാൻ പാബ്ലോ സെബാസ്റ്റ്യൻ മറോക്വിൻ എന്ന പുതിയ പേര് സ്വീകരിച്ചു. അവന്റെ അമ്മയും സഹോദരിയും പുതിയ ഐഡന്റിറ്റികളിൽ ജീവിതം തുടങ്ങി. വർഷങ്ങളോളം അവർ അജ്ഞാതരായി ഒരു സാധാരണ ജീവിതം നയിക്കാൻ ശ്രമിച്ചു. എന്നാൽ 1999-ൽ അവരുടെ യഥാർത്ഥ ഐഡന്റിറ്റി ലോകം തിരിച്ചറിഞ്ഞു. പണം തട്ടിപ്പ് പോലുള്ള കുറ്റങ്ങൾ ആരോപിച്ച് അവരെ അർജന്റീനയിൽ അറസ്റ്റ് ചെയ്തു. മാസങ്ങളോളം ജയിലിൽ കിടന്നതിനു ശേഷം തെളിവുകളുടെ അഭാവത്തിൽ അവരെ വെറുതെ വിട്ടെങ്കിലും പാബ്ലോ എസ്കോബാർ എന്ന പേരിന്റെ നിഴലിൽ അവരെ വിടാതെ പിന്തുടർന്നു. സെബാസ്റ്റ്യൻ മറോക്വിൻ പിന്നീടൊരു ആർക്കിടെക്റ്റായി മാറുകയും തന്റെ പിതാവിന്റെ ക്രൂരതകൾക്ക് പരസ്യമായി മാപ്പ് ചോദിക്കുകയും
അക്രമത്തിനെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. തന്റെ പിതാവിന്റെ പാത പിന്തുടരാതിരിക്കുക എന്നതായിരുന്നു അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയും വിജയവും. അവന്റെ കുടുംബത്തിന്റെ കഥ ഒരു വശത്ത് തുടരുമ്പോൾ, കൊളംബിയയിൽ അവൻ അവശേഷിപ്പിച്ചുപോയ പൈതൃകം പല രൂപങ്ങളിൽ വളരുകയായിരുന്നു. അത് വെറുമൊരു മയക്കുമരുന്ന് സാമ്രാജ്യത്തിന്റെ ഓർമ്മ മാത്രമായിരുന്നില്ല. അക്രമത്തിന്റെ പൈതൃകം. പാബ്ലോ എസ്കോബാർ കൊളംബിയയിൽ അക്രമം കണ്ടുപിടിച്ചില്ല, പക്ഷേ അവൻ അതിനെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തി. സിഗാരിയോ സംസ്കാരം, വാടക കൊലയാളികൾ. അവന്റെ കാലത്ത് മെഡേലിനിലെ ചേരികളിൽ വ്യാപകമായി. പണത്തിനു വേണ്ടി ആരെയും കൊല്ലാൻ മടിക്കാത്ത ഒരു യുവതലമുറയെ അവൻ വളർത്തിയെടുത്തു. കാർ ബോംബുകൾ എന്ന ഭീകരതയെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചത് അവനാണ്. മനുഷ്യജീവന് ഒരു വിലയുമില്ലാതാക്കിയ ആ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ കൊളംബിയൻ സമൂഹത്തെ വർഷങ്ങളോളം വേട്ടയാടി. അവൻ വിതച്ച അക്രമത്തിന്റെ വിത്തുകൾ പാരാമിലിറ്ററി ഗ്രൂപ്പുകളുടെയും പുതിയ മയക്കുമരുന്ന് സംഘങ്ങളുടെയും രൂപത്തിൽ പിന്നീട് കൊളംബിയയിൽ കൊയ്തെടുത്തു. നാർക്കോ സംസ്കാരം. പണവും അധികാരവുമാണ് അവസാന വാക്ക് എന്നൊരു ചിന്താഗതി സമൂഹത്തിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ അവൻ സൃഷ്ടിച്ചു. അവന്റെ ജീവിതം ഹസിയൻഡ നാപ്പോൾസിലെ മൃഗശാലയും ആഡംബര കാറുകളും പാർട്ടികളും ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ച പലർക്കും ഒരു മോശം മാതൃകയായി. നിയമപരമായ വഴികളിലൂടെ വിജയം നേടുന്നത് അസാധ്യമാണെന്നും കുറ്റകൃത്യമാണ് എളുപ്പവഴിയെന്നും കരുതുന്ന ഒരു നാർക്കോ സംസ്കാരം രൂപപ്പെട്ടു. ഈ സ്വാധീനം പിന്നീട് കൊളംബിയൻ സംഗീതത്തിലും സിനിമയിലും ടെലിവിഷൻ പരമ്പരകളിലും വരെ പ്രതിഫലിച്ചു. നാർക്കോസ് പോലുള്ളവ. ഭൗതികമായ ശേഷിപ്പുകൾ. അവന്റെ സാമ്രാജ്യത്തിന്റെ ചിഹ്നങ്ങൾ ഇന്നും കൊളംബിയയിൽ അവശേഷിക്കുന്നു. ഒരു കാലത്ത് അവന്റെ ആഡംബരത്തിന്റെ പ്രതീകമായിരുന്ന ഹസിയൻഡ നാപ്പോൾസ് അവന്റെ മരണശേഷം ജനങ്ങൾ കൊള്ളയടിച്ചു. പിന്നീട് സർക്കാർ അതൊരു തീം പാർക്കാക്കി മാറ്റി. അവന്റെ സ്വകാര്യ മൃഗശാലയിലെ ഹിപ്പോപ്പൊട്ടാമസുകൾ അടുത്തുള്ള നദിയിലേക്ക് രക്ഷപ്പെട്ട് ഇന്ന് കൊളംബിയയിലെ ഒരു അധിനിവേശ ജീവിവർഗമായി പെരുകിയിരിക്കുന്നു. അവൻ നിർമ്മിച്ച ലാ കത്തീഡ്രൽ എന്ന ജയിൽ ഇന്നൊരു സന്യാസി മഠമാണ്. അവൻ പാവപ്പെട്ടവർക്ക് വേണ്ടി നിർമ്മിച്ച ബാരിയോ പാബ്ലോ എസ്കോബാർ എന്ന താമസ സ്ഥലം ഇപ്പോഴും അവിടെയുണ്ട്. അവിടുത്തെ പലർക്കും അവൻ ഇന്നും ഒരു രക്ഷകനാണ്. രാഷ്ട്രീയമായ ആഘാതം. കൊളംബിയൻ ഭരണകൂടത്തിനെതിരെ അവൻ നടത്തിയ യുദ്ധം രാജ്യത്തിന്റെ ജനാധിപത്യ സ്ഥാപനങ്ങളെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. ജുഡീഷ്യറിയും പോലീസും രാഷ്ട്രീയവും എത്രത്തോളം ദുർബലവും അഴിമതി നിറഞ്ഞതുമാകാമെന്ന് അവൻ ലോകത്തിന് കാണിച്ചുകൊടുത്തു. ആ സ്ഥാപനങ്ങൾക്ക് ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ പതിറ്റാണ്ടുകൾ വേണ്ടിവന്നു. പാബ്ലോ എസ്കോബാറിന്റെ ഏറ്റവും വലിയ പൈതൃകമൊരുപക്ഷെ അവന്റെ കഥയിലെ വിരോധാഭാസമാണ്. ഒരു വശത്ത് ആയിരക്കണക്കിന് നിരപരാധികളുടെ മരണത്തിന് ഉത്തരവാദിയായ ഒരു രാജ്യത്തെ മുഴുവൻ ഭയത്തിന്റെ തടവറയിലാക്കിയ ഒരു ക്രൂരനായ ഭീകരവാദി. മറുവശത്ത് മെഡെയിലിനിലെ ഒരു വിഭാഗം ദരിദ്രർക്ക് സർക്കാർ തിരിഞ്ഞു നോക്കാത്തപ്പോൾ തങ്ങൾക്ക് അന്നവും വീടും നൽകിയ ഒരു ദൈവം. ഈ രണ്ടു മുഖങ്ങളും ചേർന്നതാണ് പാബ്ലോ എസ്കോബാർ. അവന്റെ കഥ ഒരു വ്യക്തിയുടെ തിന്മയുടെ കഥ മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ ദാരിദ്ര്യത്തിന്റെയും അസമത്വത്തിന്റെയും ഭരണകൂടത്തിന്റെ പരാജയത്തിന്റെയും കൂടി കഥയാണ്. ആ കാരണങ്ങൾ ഇല്ലാതാകുന്നതുവരെ പാബ്ലോ എസ്കോബാറിന്റെ ഓർമ്മയും അതുപോലുള്ള പുതിയ അവതാരങ്ങളും പല രൂപത്തിൽ തിരികെ വന്നുകൊണ്ടേയിരിക്കും. അവന്റെ ജീവിതം അവസാനിച്ചിരിക്കാം, പക്ഷേ അവന്റെ കഥയും അത് നൽകുന്ന പാഠങ്ങളും അവസാനിക്കുന്നില്ല.